പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചത് നമുക്കൊക്കെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രിയങ്കരനായ നമുക്ക് ഇവർക്കും പ്രിയപ്പെട്ട NP മുഹമ്മദിൻ്റെ ഒരു ഓർമ്മ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. NP മുഹമ്മദ് നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്. സാധാരണ നമ്മളൊരാളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുമ്പോൾ അത് നികത്താനാവാത്ത ഒരു വിടവാണെന്നൊക്കെ പറയാറുണ്ട്. NPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാധാരണ പറയുന്ന പ്രയോഗങ്ങൾക്കപ്പുറമാണ് NP നമ്മുടെ ഇടയിൽ NPക്കുള്ള സ്ഥാനം. ജന്മം കൊണ്ട് പന്നിക്കോട്ടൂർക്കാരനാണെങ്കിലും NPയുടെ കർമ്മമണ്ഡലം നരിക്കുനി പഞ്ചായത്ത് മുഴുവനും അതോടൊപ്പം എളേറ്റിൽ വട്ടോളിയുമായിരുന്നു. NP ഓരോ കാലഘട്ടത്തിൽ ജീവിച്ച, അല്ലെങ്കിൽ NPയുടെ പരിസരം എന്ന് പറയുന്നത് അത് എല്ലാം കൊണ്ടും തൻ്റെ സേവനം കൊണ്ട് അവിടെ ഒരു കൃത്യമായൊരു രേഖപ്പെടുത്തൽ കൃത്യമായി നടത്തിയ ആളാണ് NP മുഹമ്മദ്. വലിയ പ്രതിസന്ധികളിലൂടെയാണ് NP ഓരോ കാലഘട്ടത്തിലും ജീവിച്ചത്. കുട്ടിക്കാലത്ത് അനാഥനായിട്ടാണ് വളർന്നത്. ഉമ്മയും ബാപ്പയൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തന്നെ അതിലൊക്കെ ഒരു ഇടവേള ഉണ്ടായിട്ടുണ്ട്. ചേളന്നൂർ SN കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ, അല്ലെങ്കിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കാലം തന്നെ നമുക്കെല്ലാവർക്കും NP അറിയാം. ആ കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അല്ലാതെയും സജീവമായിരുന്ന NPയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു രോഗം പല തരത്തിൽ അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴാണ് ജീവിതം വേറെ ഒരു വഴിക്ക്, അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥലത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലെ ഉന്നതങ്ങളിൽ എത്തേണ്ട ഒരാളാണ് NP. പക്ഷേ NP ഏറെ ഇഷ്ടപ്പെട്ടത് നമ്മോടൊപ്പം ജീവിക്കാനാണ്, നമ്മൾ ഒരുവനായി നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനാണ്. അത്രക്ക് കൃത്യമായിട്ട് ഓരോ മേഖലയിലും, രാഷ്ട്രീയ രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നു, അതിലുപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ചു തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സാധാരണക്കാർ, പന്നിക്കോട്ടൂർ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അദ്ദേഹം സ്വന്തം വീട്ടിലംഗങ്ങളെപ്പോലെ തന്നെ ഓരോ വിഷയത്തിലും ഇടപെട്ട് അവരുടെ ഇടപെട്ട ആളാണ്. അതുപോലെ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെയുള്ള ഓരോരുത്തർക്കും NPയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാവും. ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ NP ഇടപെട്ട അപൂർവമായ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായ അനുഭവങ്ങളുണ്ടാവും, അല്ലെങ്കിൽ NP നമ്മുടെ സഹായിച്ചൊരു കാര്യം പറയാനുണ്ടാവും. അത് ഒരു തരത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. NPയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഓരോ ഘട്ടത്തിലും NP നാട്ടുകാർക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ജീവിച്ച ആളാണ്. ജനപ്രതിനിധിയായ ഘട്ടങ്ങളിൽ പോലും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ അത് പൂർത്തിയാക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളെ മറികടന്ന് NP സ്വന്തം പറമ്പ് പോലും, അല്ലെങ്കിൽ സ്വന്തം വസ്തുവകകൾ പണയം വെച്ച് പോലും അത് പൂർത്തീകരിക്കുകയും വലിയ ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളെയൊക്കെ ഒരു കാലത്ത് എളേറ്റിൽ വട്ടോളിയിലെ ഞങ്ങളെയൊക്കെ ഒരു കൗമാര കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായും അല്ലാതെയും ഒരു ദിശാബോധം നൽകിയത് NPയെ പോലെയുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ. പ്രിയപ്പെട്ട MS-നെയും ഈ വേളയിൽ ഓർക്കുകയാണ്. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ NPയൊക്കെ നമുക്കൊരു ദിശാബോധം നൽകുകയും രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൂടെ ഉറച്ചു നിൽക്കുകയും തൻ്റെ നിലപാട് ഏത് രീതിയിലും രാഷ്ട്രീയ രംഗത്തായിരുന്നാലും അല്ലാതെയും താനെടുക്കുന്ന നിലപാടിൽ ആരെയും ഭയക്കാതെ ഉറച്ചു നിന്ന ഒരാളാണ് NP മുഹമ്മദ്. അതുകൊണ്ട് തന്നെ NPയെ നമ്മുടെ നാടിനപ്പുറം അറിയേണ്ടതുണ്ട്, NPയുടെ ജീവിതം രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു കൃത്യമായ തീരുമാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഞാൻ കൂടുതൽ NPയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. NPയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും അദ്ദേഹത്തെ അറിയുന്നവരും കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ട് എന്ന് ആമുഖമായി പറയുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിൽ ഞാൻ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രിയപ്പെട്ട C. പോക്കർ മാഷാണ്. NPയുമായി വളരെയേറെ അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നമ്മുടെ ഇടയിൽ തിളങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട C. പോക്കർ മാഷാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ NPയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുന്നത് എഴുത്തുകാരനും നമ്മുടെ നാട്ടുകാരനുമായ, കേരളത്തിലെ അപൂർവമായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ, നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ പ്രിയപ്പെട്ട എഴുത്തുകാരനും വാഗ്മിയുമായ K. അബൂബക്കർ മാഷാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമുക്കറിയാം, ഇന്ന് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന അതിപ്രഗത്ഭനായ
നിയമസഭ സാമാജികൻ, അതുപോലെ പ്രഗത്ഭനായ വാഗ്മി, സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ് പ്രിയപ്പെട്ട ഡോക്ടർ KT ജലീൽ MLA ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകം, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്, പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനായ അഡ്വക്കേറ്റ് PT റഹീം MLA ആണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സാജിദത്ത്, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം, പ്രിയപ്പെട്ട വായോളി മുഹമ്മദ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റംസീന നരിക്കുനി, P മോഹനൻ മാസ്റ്റർ, MA ഗഫൂർ മാസ്റ്റർ, CP നാസർ കോയ തങ്ങൾ, ഇസ്ഹാഖ് മാഷ്, പ്രിയങ്കരനായ OPI കോയ, NPയോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കൂടെ പ്രവർത്തിച്ച പ്രിയങ്കരനായ V ഇല്യാസ്, NK മുഹമ്മദ് മുസ്ലിയാർ, PV കബീർ അളേറ്റിൽ, KK അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ, RK മജീദ് മാസ്റ്റർ, TP അബ്ദുൽ ഖാദർ ഹാജി, വാദി ഹുസ്ന സെക്രട്ടറി കാരാട്ട് ഖാദർ മാസ്റ്റർ, അത്താണിയുടെ പ്രിയപ്പെട്ട ഖാദർ മാസ്റ്റർ, പിറയുടെ NPയുടെ ഒരു NP സ്ഥാപിച്ച NP സംഘടിപ്പിച്ച ഒരു സംവിധാനമാണ് പന്നിക്കോട്ടൂരിലെ പിറയുടെ ഇപ്പോഴത്തെ ചെയർമാൻ VC മുഹമ്മദ് ഹാജി, KK മുഹമ്മദ് കോയ, മലയാളികളുടെ പ്രിയങ്കരനായ ഗാനരചയിതാവ് ബാപ്പു വാവാട്, അതുപോലെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിഫാന, അങ്ങനെ ഈ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവും നമുക്ക് ഏറെ പ്രിയങ്കരിയായ നസീമ ജമാലുദ്ദീൻ തുടങ്ങി വേദിയിലും സദസ്സിലും ഏറെ NPയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലെയും നമ്മുടെ നാട്ടിലെയും പൗരപ്രമുഖന്മാർ, ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പൊതുരംഗത്തെ സജീവമായി ഇടപെടുന്ന മുഴുവൻ ആളുകളും ഈ സദസ്സിലുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ C പോക്കർ മാസ്റ്റർ അധ്യക്ഷ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി. ഇനി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ C പോക്കർ മാസ്റ്ററെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പുസ്തക പ്രകാശനം അതാണ് ഇനിയത്തെ പരിപാടി. പുസ്തക പരിചയത്തിന് വേണ്ടി കെ അബൂബക്കറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഗ്രന്ഥകാരനും നമ്മുടെ നാട്ടുകാരനും അധ്യാപകനുമായ അബൂബക്കർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഭാഷാധ്യാപകർ കുട്ടികൾക്ക് കോമ്പോസിഷന് വേണ്ടി കൊടുക്കുന്ന ചില പണികളുണ്ടായിരുന്നു. സ്ഥിരമായി അങ്ങനെ കോമ്പോസിഷൻ എഴുതാൻ ഉപയോഗിച്ചിരുന്ന, ആശയ വിശകലനത്തിന് കൊടുത്തിരുന്ന ഒരു ഭാഗം ഇപ്പോൾ ഓർമ്മ വരികയാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ, വന്നുപോവും പിഴയും അർത്ഥശങ്കയാൽ എന്ന് പറഞ്ഞ് ഈ ഭാഷയുടെ പരിമിതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന വരികൾ. നമ്മുടെ മുമ്പിലൊരു പുസ്തകമുണ്ട്. പുസ്തകം മരിച്ചുപോയ NP മുഹമ്മദിനെ പരിചയപ്പെടുത്തുന്നതാണ്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ ആദ്യം എൻ്റെ മനസ്സ് തടഞ്ഞത് ഞാൻ ഈ ചൊല്ലിയ വരികളാണ്. തീർച്ചയായിട്ടും NP എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ NP ആരായിരുന്നുവെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാനും നമുക്കിടയിൽ വളർന്നു വരുന്ന ജനറേഷനോട് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ നമുക്കിടയിലുണ്ടായിരുന്നു എന്ന് പറയാനുമൊക്കെയാണ് ഈ പുസ്തകം ശ്രമിക്കുന്നത്. പക്ഷേ ധാരാളം ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചെയ്ത് വലിയ ശീലമുള്ള തമീദിനെ പോലെയുള്ള ഒരാൾ എഡിറ്റ് ചെയ്ത ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായ രീതിയിൽ ഒരു പരാജയമാണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അത് പുസ്തകത്തിൻ്റെ കെട്ടും മട്ടും മോശമായത് കൊണ്ടല്ല, പുസ്തകത്തിനകത്ത് എഴുതിയ ആളുകൾ
മോശക്കാരായതുകൊണ്ടല്ല, അതിൻ്റെ ഭാഷ വികലമായതുകൊണ്ടല്ല, അതിൻ്റെ ലിപിവിന്യാസം മോശമായതുകൊണ്ടല്ല. ഇവിടെ PK പാറക്കടവ് വരേണ്ടിയിരുന്നതാണ്. ഏറുണ്ട പോലെയുള്ള കഥകൾ ധാരാളം എഴുതിയിട്ടുള്ള ഒരാളാണ്. എത്ര ചുരുക്കി കഥ എഴുതാമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ വാക്കുകൾ കൊണ്ട് ഇന്നോളം ലോകത്ത് സംസാരിച്ചിട്ടുള്ളത് മനുഷ്യരെക്കുറിച്ചാണ്. മനുഷ്യരെക്കുറിച്ച് പറയാനുള്ളത് മുഴുവൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ PK പാറക്കടവിന് പണിയുണ്ടാകുമായിരുന്നില്ല. എത്രയോ കാലമായ ആളുകൾ മനുഷ്യനെക്കുറിച്ച് എഴുതാനും പാടാനും പറയാനും തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നോവലിനകത്ത് കാണുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പോലും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ ആവശ്യമായ പദാവലി ഭാഷ നമുക്ക് തരുന്നില്ല എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വച്ച വാചകത്തിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ NP മുഹമ്മദ് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിൽ രാജകുമാരനായി ജീവിക്കുന്ന, ഒരു പക്ഷേ എങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കാമെന്ന് പഠിപ്പിച്ച്, ഏത് കുഗ്രാമത്തിലും ഒരു മനുഷ്യനായി തീരാം, ഒരു പക്ഷേ മനുഷ്യാതീതനായി തീരാം എന്ന് നമ്മെ പഠിപ്പിച്ച NP മുഹമ്മദിനെ ആവിഷ്കരിക്കാനാണ് ഈ പുസ്തകം ശ്രമിക്കുന്നത്. അത് പലരുടെ ഓർമ്മകളിലൂടെ, പലരായി എഴുതി വെച്ച കുറിപ്പുകളിലൂടെ നമ്മുടെ പുസ്തകത്തിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. ഞാൻ ഓർക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിൽ വളരെ പ്രഗത്ഭരായ ഈ മറ്റേ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, സേവകന്മാരുണ്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വലിയ ശൃംഖലകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊന്നും സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൻ്റെ നേരെ തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സർവാംഗീകൃതമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് അവരെപ്പോഴും താല്പര്യപ്പെടാറുള്ളത്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, രാഷ്ട്രീയപരമായ ആലോചനകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തെടുക്കുന്നതോടുകൂടി അവരുടെ റേറ്റിംഗ് കുറഞ്ഞു പോകുമെന്ന് വേവലാതിപ്പെടുന്നവരാണ്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ കേരളത്തിലെ അപൂർവം ജനസുകളിൽപ്പെട്ട ഒരാളാണ് NP മുഹമ്മദ്. കർക്കശമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി, അതികഠിനമായ, ഒരു പക്ഷേ വളരെ വളരെ ദൃഢമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി, അഭിപ്രായ ബോധത്തോടുകൂടി പാലിയേറ്റീവിൽ പ്രവർത്തിക്കുമ്പോൾ പോലും രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരാളാണ്. അങ്ങനെയുള്ള NP ഏതേതൊക്കെ മണ്ഡലങ്ങളിൽ കൈവച്ചുവോ ആ മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു സൂചന ഭംഗിയായി ആവിഷ്കരിക്കാൻ നമ്മുടെ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതും രാഷ്ട്രീയം എടുത്തു നോക്കൂ. കൊടോളി എഴുതിയിട്ടുള്ള കുറിപ്പിനകത്ത് ഒരൊറ്റ വാക്യം, ആ ഒരു വാക്യം ഒരു പക്ഷേ കേരളത്തിലെ 1000 ചില്ലാനം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡിലുമുള്ള വാർഡ് മെമ്പർമാർക്ക്, നമ്മുടെ വേദിയിലുണ്ട് കുറേ വാർഡ് മെമ്പർമാരെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു, വലിയ ലിറ്റ്മസ് ടെസ്റ്റിനുള്ള ഒരു ഉപകരണമാണത്. പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ വാർഡിൽ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആരെങ്കിലും അവരെക്കുറിച്ചുള്ള വിവരം എനിക്ക് തരണമെന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രതിമാസം 10,000-ങ്ങളോ 50,000-ങ്ങളോ ശമ്പളം വാങ്ങുന്ന ഒരാളല്ല NP മുഹമ്മദ്. എങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ പകല് ജനകീയ പ്രക്ഷോഭം നയിക്കുകയും സന്ധ്യയാവുമ്പോൾ ഈ കൂട്ടിക്കൊടുപ്പുകാരൻ്റെ പണിയെടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ കേളി രംഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ, എൻ്റെ വാർഡിൽ വിശന്ന് കഴിയുന്ന ഒരാളും ഉണ്ടാകരുതെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അനുഭവമാണ്. അത് രാഷ്ട്രീയ കാര്യത്തിലാണ്. വേറൊരു സംഭവം കൂടി ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. നമ്മുടെ സിറാജ്, BC സിറാജ് എഴുതിയ കുറിപ്പിനകത്ത് കാണാം, വട്ടിപ്പലിശക്കാരനോട് കാശ് കടം മേടിച്ചിട്ട് റോഡ് ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം മുക്കാലമുണ്ടാണിയും പേഴ്സണൽ ഇമേജിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. എനിക്ക് എൻ്റെ ഇമേജ് എന്താവും,
എൻ്റെ പ്രതിച്ഛായക്ക് എന്ത് സംഭവിക്കും? ഒരു വാക്ക് ഉരിയാടുമ്പോൾ പോലും അതെൻ്റെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന് ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലത്തിലാണ് ഇതുപോലെ ഒരു ശ്രമം നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞത് NPയുടെ ആ രാഷ്ട്രീയ സ്വഭാവത്തെക്കുറിച്ച് ഇതിനകത്ത് ചില സൂചനകളുണ്ട്. അതുപോലെ ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആതുര ശുശ്രൂഷ രംഗത്ത് NP സജീവമാണ്. ഇപ്പോൾ അന്ന് സാമാന്യനെ മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന മംഗലാപുരത്തേക്ക്, മണിപ്പാലിലേക്ക് ഇവിടുന്ന് രോഗികൾ സഹായിക്കാൻ രോഗികൾ ആവശ്യപ്പെട്ടിട്ട് അവരുടെ പിന്നാലെ പോകും. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പേ, തിരിച്ച് വീട്ടിൽ കയറി കുളിക്കാൻ സാവകാശം കിട്ടുന്നതിന് മുമ്പേ അടുത്ത രോഗിയെയും കൊണ്ട് മണിപ്പാലിലേക്ക് പോവുകയാണ്. ആ തരത്തിലുള്ള ഒരു ആതുര സേവകനെ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ പുസ്തകം എടുത്തപ്പോൾ ആദ്യം തന്നെ വായിക്കാൻ ശ്രമിച്ച ഒരു ലേഖനം MS മുഹമ്മദിൻ്റെതാണ്. നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ എന്നൊക്കെ പറയാറില്ലേ? അതിൻ്റെ എല്ലാ നെഗറ്റീവ് സെൻസും മാറ്റി നിർത്തിയാൽ ഈ നാടിനെ ഉള്ളം കയ്യിലെടുത്തിട്ടുള്ള രണ്ട് മനുഷ്യരാണ് NP മുഹമ്മദും MS മുഹമ്മദും. MS NPനെ കുറിച്ച് പറയുന്നതിന് പ്രത്യേകം അടിവരയിടേണ്ടതുണ്ടല്ലോ. ഒരിക്കൽ MS കാണിച്ച ഒരു സാഹസത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഏതോ ഒരു ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ 11 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഈ ക്യാഷ് കൗണ്ടറിൽ വന്നിട്ട് ജോലി ചോദിക്കുകയാണ്. ആ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പോന്നാൽ അവന് സംഭവിക്കാവുന്ന ഗതിവിപര്യത്തെക്കുറിച്ച് വേവലാതിപ്പെട്ട് ആ സന്ധ്യക്ക് ഈ കുട്ടിയെയും കൂട്ടി MS മുഹമ്മദ് തൻ്റെ കൂടെ കൂട്ടി നാട്ടിലേക്ക് വരിക. ആ കുട്ടിയെ ഒരമാനത്തായി കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത് NP മുഹമ്മദിനെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ചെറിയ കുട്ടിയാണല്ലോ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിനെ തിരിച്ചു കൊണ്ടുപോയി, തിരിച്ച് വീട്ടിലാക്കി. നമ്മൾ ആലോചിക്കേണ്ടത് എത്രയെത്ര ആളുകളെ ഇതുപോലെ നമ്മൾ വഴിയിൽ വെച്ച് കാണാറുണ്ട്. ആ കാണുന്ന ആളുകൾ ആരും അവരുടെ വേവലാതികളോ അവരുടെ പശ്ചാത്തലങ്ങളോ അവരെ അവിടെ ഉപേക്ഷിച്ച് പോന്നാൽ സംഭവിക്കാവുന്ന അപകടങ്ങളെയോ കുറിച്ച് ഒരു വേവലാതിയും നമുക്കുണ്ടാകാറില്ല. ഇഖ്റ ഹോസ്പിറ്റലിലെ ഒരു ജോലിക്കാരൻ, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ദിവസം വളരെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു ഞാൻ കാണുമ്പോൾ. അപ്പോൾ വെറുതെ സംഭാഷണത്തിനിടയിൽ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഇന്ന് രാവിലെ തന്നെ നാറിയിട്ട് അടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന്, ഇവിടെ കാര്യമായ അസുഖമുള്ള ഒരാളാണ്, എനിക്ക് ഇവിടുത്തെ ഒരു ഡോക്ടറെ കാണണം, അതിന് എൻ്റെ കയ്യിൽ കാശില്ല, മരുന്ന് വാങ്ങാൻ കാശില്ല, തിരിച്ചു പോകാനും കാശില്ല, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളെ ഡോക്ടറെ അടുത്താക്കി മരുന്നും മേടിച്ചു കൊടുത്തിട്ട് ഞാൻ അയാളെ പറഞ്ഞു വിട്ടു, ബസ്സിന് കാശും കൊടുത്തു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുകയാണ്, എന്നെ പരീക്ഷിക്കാനാണല്ലോ ദൈവം തമ്പുരാൻ ഈ മനുഷ്യനെ എൻ്റെ അടുത്തേക്ക് അയച്ചത്. എന്നിട്ട് ഞാൻ എന്തേ ഇയാൾക്ക് കാശും കൊടുത്ത് കൈയൊഴിഞ്ഞ് കളഞ്ഞത്? കാശുണ്ടോ എന്ന് പരിശോധിക്കാനല്ലല്ലോ ദൈവം എൻ്റെ അടുത്തേക്ക് അയച്ചത്. ഇയാൾ ജീവിക്കുന്നത് എങ്ങനെ, ഇയാൾക്ക് വേണ്ട സഹായം എന്ത് എന്ന് മനസ്സിലാക്കി അയാളുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വേവലാതി. ആ ജനുസിൽപ്പെട്ട ഒരാളാണ് NP മുഹമ്മദ് എന്ന് ഈ പുസ്തകം നമ്മളോട് പറയും. അങ്ങനെ രാഷ്ട്രീയത്തിലായാലും സേവന രംഗത്തായാലും ഇനിയിപ്പോൾ നീതിയുടെ കാര്യത്തിലായാൽ പോലും
നാട്ടുകാരനോ മറുനാട്ടുകാരനോ എന്നുള്ളത് പ്രശ്നമല്ല. ആർക്ക് നീതി നിഷേധിക്കപ്പെട്ടാലും അത് രാഷ്ട്രീയത്തിലായാലും NP മുഹമ്മദിന്റെ ശബ്ദം ഉയർന്നിരിക്കും. അതിന് പിറകെ വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ചു വരുന്ന ബഹുജനാവലി പിറകിലുണ്ടോ എന്നത് NPക്ക് വിഷയമല്ല. കാശ് മുടക്കാൻ തന്നെ സഹായിക്കാൻ ആളുണ്ടോ എന്നതും NPക്ക് പ്രശ്നമല്ല. ഇനി ആരോടൊക്കെയാണ് നേരിടേണ്ടി വരിക അതും NP ആലോചിക്കാറില്ല. അങ്ങനെ ധീരമായി ഇറങ്ങി നിൽക്കുന്ന, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കലാണ് തൻ്റെ ജന്മദൗത്യമെന്ന് വിചാരിക്കുന്ന ഒരു NPയെ ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ അർത്ഥത്തിൽ NPയുടെ ഒരു നഖചിത്രം ഈ പുസ്തകത്തിനകത്തുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഒരു പരാജയമാണ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വാക്കുകൾക്ക് അത്രയേ പറയാൻ കഴിയൂ എന്നതുകൊണ്ടാണ്. NPയെ ഈ പുസ്തകം നമ്മൾ വായിക്കേണ്ടത് ഒരു കവിത വായിക്കുന്നത് പോലെയാണ്. കവിതയിൽ പ്രകടമായി പറയുന്നത് വളരെ കുറച്ചേ കാണൂ. ബാക്കി കാര്യങ്ങളൊക്കെയും ധ്വനികളായി നിൽക്കും, വാക്കുകൾക്കപ്പുറത്ത് നിൽക്കും, വരികൾക്കിടയിൽ നിൽക്കും. അങ്ങനെ എഴുതപ്പെട്ട വരികൾ വായിച്ച് വായിച്ച് എഴുതപ്പെടാത്ത NPയിലേക്കുള്ള ഒരു കിളിവാതിൽ തുറക്കുക മാത്രമാണ് ഈ പുസ്തകം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടേതുപോലെയുള്ള ഒരു നാട്ടിൻ പുറത്ത് നിന്ന് വലിയ വലിയ എഴുത്തുകാരല്ലാത്ത ആളുകളുടെ ഓർമ്മകളിൽ നിന്ന് ഇതുപോലെ ഒരു പുസ്തകം തട്ടിക്കൂട്ടി എടുക്കുന്നതിന് ഇതിൻ്റെ എഡിറ്റർ സഹിച്ചിരിക്കാവുന്ന ത്യാഗം തീർച്ചയായും അഭിനന്ദനീയമാണ്. അതോടൊപ്പം ഇതിൻ്റെ രൂപകൽപ്പനയിലും ആകാരത്തിലുമൊക്കെ ലിപിവിന്യാസത്തിലുമൊക്കെ ഗംഭീരമായ ശ്രദ്ധ ചെലുത്തുകയും ഒരു പക്ഷേ നമ്മുടെ ഈ ഗ്രാമത്തിന് NPയുടെ പേരിൽ ചെയ്യാവുന്ന ഒരു ശ്രമം ഈ പുസ്തകം മാറിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, വിശേഷിച്ച് തമ്മീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ അഭിനന്ദനം അർഹിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്, വെറുതെ അല്ല. അപ്പോൾ ഞാൻ ഒരിക്കലൂടെ സൂചിപ്പിക്കുന്നു, ഈ പുസ്തകമല്ല NP. ഈ പുസ്തകത്തിൽ പലയിടത്തായി ചെതറിക്കിടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൂട്ടിവെച്ചാൽ കിട്ടുന്നതുമല്ല NP. അത്രയും വാച്യമാണ്. ആ വാച്യത്തിൽ നിന്ന് വ്യംഗ്യത്തിലേക്ക് സഞ്ചരിക്കാൻ ഈ പുസ്തകവും NPയുടെ അനുഭവങ്ങളും നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇതുപോലെ ഒരു പുസ്തകം കൊണ്ട് NPയെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം, അടയാളപ്പെടുത്തപ്പെട്ടതിലുള്ള സന്തോഷം, ഹൃദയംഗമമായ സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷം ഇതിൻ്റെ മുഴുവൻ സംഘാടകരെയും അറിയിച്ചുകൊണ്ട് ഈ അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യമായിരുന്നു പ്രിയപ്പെട്ട NP മുഹമ്മദ്. NP എന്ന രണ്ടക്ഷരം അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ നാടിൻ്റെ ഹൃദയഭിത്തിയിൽ. NPയെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. ജനപ്രതിനിധി, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകൻ, പ്രഭാഷകൻ, സാഹിത്യകാരൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘാടകൻ, ഇതൊന്നുമല്ലെങ്കിൽ ദൂര നാടുകളിലേക്കുള്ള ആശുപത്രികളിലേക്ക് നമ്മളെയും കൊണ്ടുപോയ നമ്മളിൽ ഒരാൾ. ഇങ്ങനെ ഓരോ ജീവിതാനുഭവങ്ങളായി നമ്മുടെ മനസ്സിൽ ഒളിമങ്ങാത്ത ഓർമ്മകളായി നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ NPയുടെ ജീവിതം തന്നെ നമുക്കും പുതിയ തലമുറക്കും ഒരു പാഠമാണ്. NPയുടെ ജീവിത വഴികളെ രേഖപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കരുതലിൻ്റെ സ്നേഹക്കുടയുമായി എന്ന ഓർമ്മ പുസ്തകത്തിലൂടെ. പുസ്തക പ്രകാശനം നടത്തുന്നത് നമ്മുടെ മുൻ മന്ത്രിയും നിലവിൽ തവനൂർ നിയമസഭാംഗവും അധ്യാപകനും PSMO കോളേജിൻ്റെ ചരിത്ര വിഭാഗം അധ്യാപകനുമായിരുന്ന
അതുപോലെ തന്നെ മലബാർ കലാപം ഒരു പുനർവായന, ഉപ്പുപാടത്തെ ചന്ദ്രോദയം, ഇന്തോനേഷ്യ ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാജ്യം, രാമേശ്വരത്തെ സൂഫി, മതഭ്രാന്ത്, മതേതരത്വം, റീവിസിറ്റിംഗ് മലബാർ റെബലിയൻ എന്നീ പുസ്തകങ്ങളുടെ ഗ്രന്ഥകാരനുമായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ KT ജലീൽ അവർകളാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവം ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ആരാധ്യനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് PTA റഹീം MLA അവർകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു. നന്ദി. മറ്റൊരു അനുമോദന ചടങ്ങ് കൂടെ ഇവിടെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ഈ പുസ്തകത്തിന്റെ എഡിറ്റർ തമ്മീസ് അഹമ്മദ്, നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ PP അബ്ദുറഹിമാൻ മാസ്റ്റർ, PP ഉസ്മാൻ മാസ്റ്റർ, കാരാട് മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവരെ അനുസ്മരിപ്പിക്കുന്ന പുസ്തകങ്ങളുടെയും എഡിറ്റർ നമ്മുടെ പ്രിയപ്പെട്ട തമ്മീസ് അഹമ്മദ് ആയിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയാണ്. ആ അനുമോദന പരിപാടിയിൽ അനുമോദിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട MLA അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തമ്മീസ് അഹമ്മദിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊന്ന് NPയെ കുറിച്ച് അനുസ്മരണ ഗാനം രചിച്ച VR ഹുസൈൻ അവരെയും ഈ ചടങ്ങിൽ അനുമോദിക്കുകയാണ്. MLAയോട് ബഹുമാനപ്പെട്ട MLA PTA റഹീം സാഹിബിനോട് അഭ്യർത്ഥിക്കുന്നു. എനിക്കറിയില്ല, ഓരോ ചോദിക്കും. മറ്റൊരു അനുമോദനം കൂടെ ഉണ്ട്. NPയുടെ ചിത്രം വരച്ച യുവ ചിത്രകാരി ലതീത CPA അനുമോദിക്കുകയാണ്. ലതീത CPA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമ്മോട് സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ MLA ഡോക്ടർ KT ജലീൽ അവർകളോട് അഭ്യർത്ഥിക്കുന്നു. ഹൃദ്യവും പ്രൗഢവുമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന
പോക്കർ മാസ്റ്റർ അവറുകളെ, NP മുഹമ്മദ് എന്ന കാരുണ്യത്തിൻ്റെയും മനുഷ്യസേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹാസാഗരമായി ഈ ദേശം നിറഞ്ഞ് ഒഴുകി അകാലത്തിൽ ഒഴുക്ക് നിന്നുപോയ വ്യക്തിത്വത്തിൻ്റെ ഉടമ NP മുഹമ്മദിനെ പുതിയ തലമുറക്കും വരുന്ന തലമുറക്കും പരിചയപ്പെടുത്താൻ തയ്യാറാക്കപ്പെട്ട ഓർമ്മ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയ ഈ ദേശക്കാരനും നേരത്തെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തെ 4ാം തവണയും MLA ആയി പ്രതിനിധീകരിക്കുന്ന എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള ജനാബ് അഡ്വക്കേറ്റ് PTA റഹീം സാഹിബ് MLA അവറുകളെ, പുസ്തക പരിചയം നടത്തിയ ശ്രീ K അബൂബക്കർ അവറുകളെ, കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ കർമ്മോത്സുകയായ അധ്യക്ഷ CK സാജിദത്ത്, നരിക്കുനി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജൗഹറ പൂമംഗലം, കേരള സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കരുത്തനായ ചെയർമാൻ എൻ്റെ മാന്യ സഹപ്രവർത്തകൻ കൂടിയായ വായോളി മുഹമ്മദ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നരിക്കുനി, മോഹനൻ മാസ്റ്റർ, MA ഗഫൂർ മാസ്റ്റർ, നാസർ കോയ തങ്ങൾ, ഇസഹാക്ക് മാസ്റ്റർ, OPI കോയ, ഇല്യാസ്, NK മുഹമ്മദ് മുസ്ലിയാർ, കബീർ എളേറ്റിൽ, KK അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ, RK മജീദ് മാസ്റ്റർ, TP അബ്ദുൽ ഖാദർ ഹാജി, കാരാട്ട് ഖാദർ മാസ്റ്റർ, അബ്ദുൽ ഖാദർ മാസ്റ്റർ, VC മുഹമ്മദ് ഹാജി, KK മുഹമ്മദ് കോയ, സക്കരിയ C. ഈ ചടങ്ങിൻ്റെ മുഖ്യ സംഘാടകരിൽ മുന്നിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തും കേരളത്തിലെ അറിയപ്പെടുന്ന മാപ്പിള കലാസാഹിത്യ രംഗത്തെ പ്രോജ്വല വ്യക്തിത്വത്തിൻ്റെ ഉടമയും കോളേജിൽ എൻ്റെ ജൂനിയറായി പഠിക്കുകയും ചെയ്തിരുന്ന ശ്രീ ഫൈസൽ എളേറ്റിൽ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, NP മുഹമ്മദ് ആരാണെന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് അബൂബക്കർ മാസ്റ്റർ നടത്തിയ വികാരനിർഭരമായ വാക്കുകളിൽ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടതായി ഓർമ്മിക്കാത്ത ഞാൻ പോലും ആരായിരുന്നു അദ്ദേഹം, ആരാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി. ഇത്രമേൽ കാരുണ്യസ്പർശമായി ഈ നാടിനെ തഴുകി തലോടി കടന്നുപോയ NP മുഹമ്മദ് അവറുകളുടെ ജീവിതം സഫലമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രം ഇങ്ങനെ ഒരു ഓർമ്മ പുസ്തകം ഇറക്കാൻ അദ്ദേഹവുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരും സമകാലികരും മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തീർത്തും പ്രാദേശികമായ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന NP മുഹമ്മദിൻ്റെ ഓർമ്മ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഈ ഓഡിറ്റോറിയം നിറയെ ആളുകൾ വന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് സഫലമായ ഒരു യാത്രയായിരുന്നു NP മുഹമ്മദ് നടത്തിയത് എന്നുള്ളതാണ്. ഇതുപോലുള്ള NP മുഹമ്മദ്മാർ ഓരോ പ്രദേശത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരുടെ പ്രവർത്തനത്തിലും
കാരുണ്യ സ്പർശത്തിലുമാണ്, സ്നേഹ സാന്നിധ്യത്തിലുമാണ് നമ്മളുടെ നാട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NP മുഹമ്മദ് അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു. ആദ്യം അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയായിരുന്നു. പിന്നീട് അദ്ദേഹം റഹീം കെയുമായി സഹകരിച്ചു പ്രവർത്തിച്ചു. NSC എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ മണ്ഡലം ഭാരവാഹിയായി നിന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായ ആത്മബന്ധം, വ്യക്തിബന്ധം എല്ലാവരുമായും അദ്ദേഹത്തിന് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഈ വേദിയും സദസ്സും തന്നെയാണ്. ഒരാളെ ഓർക്കാൻ ജനങ്ങൾ അധികമൊന്നും സമയം ചെലവഴിക്കാത്ത കാലമാണിത്. സ്വന്തം പിതാവിനെ പോലും മക്കൾ 1-2 വർഷം ഓർക്കും എന്നതിനപ്പുറത്തേക്ക് ഓർമ്മയുടെ പുസ്തകം മുന്നോട്ട് പോകാത്തത് നാം കാണുന്നു. നമ്മളുടെ ജീവിതാനുഭവങ്ങളാണതൊക്കെ. ഒരുപാട് മക്കൾക്ക് സമ്പാദിച്ചു കൊടുത്ത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ രക്ഷിതാക്കളെപ്പോലും ഏതാനും വർഷം കഴിയുമ്പോഴേക്ക് മക്കളും ബന്ധുക്കളും വിസ്മൃതിയുടെ കയത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇവിടെ ഇതാ NP മുഹമ്മദ് എന്ന് പറയുന്ന നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ്റെ സേവനത്തെ വാനോളം പുകഴ്ത്താൻ ഒരു നാട് മുഴുവൻ രംഗത്ത് വന്നിരിക്കുന്നു. NP മുഹമ്മദ് മരണപ്പെടുന്നത് 56-ാമത്തെ വയസ്സിലാണ് എന്ന് എനിക്കറിയാൻ സാധിച്ചു. എനിക്കിപ്പോൾ 56 വയസ്സ് കഴിഞ്ഞു. അപ്പം എൻ്റെ പ്രായമുള്ള ഒരാൾ, അതാണ് NP മുഹമ്മദിനെ കുറിച്ച് എനിക്കുള്ള ധാരണയും ആ ഒരു മുഖമാണ് എൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്രയും പ്രായത്തിനുള്ളിൽ ഇത്രയധികം ആളുകളുടെ സ്നേഹഭാജനമാകാൻ NP മുഹമ്മദിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ നിസ്തുലമായ സേവനം കൊണ്ടാണ്. പേരോ പ്രശസ്തിയോ ഒന്നും NP മുഹമ്മദിന് ഈ ദിക്കിനപ്പുറത്തേക്കുണ്ടായിരുന്നില്ല. പക്ഷെ വലിയ പേരും പ്രശസ്തിയും ഉള്ളവരെക്കാൾ തൻ്റെ പ്രവർത്തന വൃത്തത്തിൽ അജയ്യനായി നിൽക്കാൻ NP മുഹമ്മദിന് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതാപം കൊണ്ടോ അദ്ദേഹം അലങ്കരിച്ച പദവിയുടെ വണ്ണം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ശേഷി കൊണ്ടോ അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായിട്ടുള്ള വാഗ്വിലാസം കൊണ്ടോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. കഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ വീട്ടിൽ ഒരു സാന്ത്വനമായി എത്താൻ NP മുഹമ്മദിന് സാധിച്ചു. കരയുന്ന മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ ഒരു കൈലേസുമായി ചെല്ലാൻ NP മുഹമ്മദിന് കഴിഞ്ഞു. പട്ടിണി കിടക്കുന്നവൻ്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണപ്പൊതിയുമായി എത്താൻ NP മുഹമ്മദ് ശ്രമിച്ചു. രോഗിയായി കിടക്കുന്ന ഒരാളുടെ സമീപത്തേക്ക് ഒരു മാലാഖയെപ്പോലെ അയാളുടെ ശുശ്രൂഷ നടത്താൻ വേണ്ടിയും അയാളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയും ഓടിയെത്താൻ NP മുഹമ്മദ് എപ്പോഴും ഉത്സുകനായി. ഈ കാരണങ്ങൾ കൊണ്ടാണ് NP മുഹമ്മദ് എന്ന് പറയുന്ന വലിയ ചെറിയ മനുഷ്യൻ ഈ നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ട് മാറിയത്. ഏതോ ഒരു വീട്ടിലേക്ക് സഹായത്തിൻ്റെ ഹസ്തവുമായി തൻ്റെ സൈക്കിളിൽ യാത്ര ചെയ്യവേ തെന്നി വീണ് സംഭവിച്ച അപകടത്തെ തുടർന്ന് താൻ ഒരുപാട് ചികിത്സിച്ച വീൽചെയറിലെ രോഗികളെപ്പോലെ വീൽചെയറിൽ മരണത്തിന് മുൻപ് NP മുഹമ്മദിന്
കുറച്ചു കാലമെങ്കിലും കഴിയേണ്ടി വന്നു. ചിലരെ ദൈവം വല്ലാതെ പരീക്ഷിക്കും. ദൈവം ഒരുപാട് പരീക്ഷിക്കുന്നവർ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് എന്നാണ് വേദഗ്രന്ഥങ്ങൾ പറയുന്നത്. ആ നിലയ്ക്ക് NP മുഹമ്മദ് പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കണം. അതുകൊണ്ടാവും അദ്ദേഹത്തെ ദൈവം ഒരുപാട് പരീക്ഷിച്ചത്. നന്മയുള്ള മനുഷ്യർ നേരത്തെ പോകും എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് NP മുഹമ്മദിൻ്റെ വിയോഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുസേവകർ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പലർക്കും രാഷ്ട്രീയ പ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ പുച്ഛമാണ്. അവരെന്തോ വലിയ പാതകങ്ങൾ ചെയ്യുന്നവരാണ് എന്ന ധാരണയാണ് പൊതുസമൂഹം പുലർത്തുന്നത്. ഇതിന്നോ ഇന്നലെയോ ഉള്ളതല്ല. വളരെ കാലം മുതൽക്ക് തന്നെ അത്തരത്തിലുള്ള ധാരണകൾ നിലനിന്നിരുന്നു. വലിയ വലിയ എഴുത്തുകാർ, സിനിമാ അഭിനേതാക്കൾ, സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നവർ, കഥയും നോവലുകളും എഴുതിയവർ, പൊതുപ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകരെ പരിഹാസ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുപ്രവർത്തകർക്ക് ഒരുപക്ഷെ ഫോട്ടോയിൽ വരണമെന്ന് താല്പര്യമുണ്ടായേക്കാം. ഏതെങ്കിലും ഒരാളുമായി പോകുമ്പോൾ ഒരുപക്ഷെ നിവൃത്തികേടുകൊണ്ട് അവർ വാങ്ങിക്കൊടുക്കുന്ന 2 പൊറോട്ടയും ഒരു ചാപ്സും കഴിച്ചെന്ന് വന്നേക്കാം. എന്നാലും എൻ്റെ ഇത്രയും കാലത്തെ പൊതുജീവിതാനുഭവത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും. ഏത് അക്ഷരങ്ങൾ തോളിലേറ്റി നടക്കുന്ന ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെക്കാളും നാടിനും നാട്ടുകാർക്കും വിശ്വസിക്കുവാൻ സാധിക്കുന്നത് കാലിക്കീശയുമായി നടക്കുന്ന പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയുമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അവഗണിക്കപ്പെടുമ്പോൾ അവഗണിക്കപ്പെടുന്നത് പൊതുസമൂഹമാണ്, ജനങ്ങളാണ്. പലരും പറയാറുണ്ട്, പഠിച്ച IAS വാങ്ങിയവർ, പഠിച്ച IPS കരസ്ഥമാക്കിയവർ, PSC പരീക്ഷ എഴുതി യോഗ്യത കൊണ്ട് ജോലി നേടിയവർ, അവരൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തകർക്ക് കീഴൊതുങ്ങി നിൽക്കണോ? പൊതുപ്രവർത്തകർ ആരുടെ കാര്യമാണ് ഈ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരോട് പറയാറുള്ളത്? നാട്ടിലെ ജനങ്ങളുടെ കാര്യമാണ്, പാവപ്പെട്ടവരുടെ കാര്യമാണ്. സമ്പന്നർ ഒരിക്കലും തന്നെ രാഷ്ട്രീയക്കാരെ ആശ്രയിക്കാറില്ല. സാമ്പത്തിക ശേഷിയുള്ളവർ നേരിട്ട് പോവുകയും അവർ നേരിട്ട് ഉദ്യോഗസ്ഥന്മാരുമായി ഡീലുണ്ടാക്കുകയും അവരുടെ കാര്യം ശരിയാക്കി പോരുകയും ചെയ്യും. എന്നാൽ എപ്പോഴും അവഗണിക്കപ്പെടുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ പ്രശ്നങ്ങളാകും ഓരോ പൊതുപ്രവർത്തകന്റെയും ഓരോ ദിവസത്തെയും പ്രവർത്തന അജണ്ടയിൽ മുഖ്യമായിട്ട് വരുന്നത്. അതിനുവേണ്ടിയാകും അവർ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സമീപിക്കുക. ഉദ്യോഗസ്ഥന്മാർക്ക് മേൽക്കൈയുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ബ്യൂറോക്രസി നാടുവാഴുന്ന സാഹചര്യം എന്നാണ്. ബ്യൂറോക്രസി നാടുവാഴുന്നത് ഒരു നാടിനും ഭൂഷണമല്ല, ഒരു രാജ്യത്തിനും ഭൂഷണമല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തെയും അത് പുഷ്ടിപ്പെടുത്തുകയില്ല. പൊതുപ്രവർത്തകരോടാണ് ആളുകൾ അവരുടെ അവലാദികൾ പറയുക. ഈ നാട്ടിലൊരു ദുരന്തമുണ്ടാകുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് വിളിക്കുക നിങ്ങളുടെ പ്രദേശത്തുള്ള IAS-കാരനെ അല്ല. IAS-കാരന്റെ വീട്ടിൽ ചെന്ന് അവന്റെ ഡോർ അല്ല നിങ്ങൾ ആദ്യമായിട്ട് മുട്ടുക. നിങ്ങൾ ആ നാട്ടിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വീടിന്റെ കവാടങ്ങളാകും ആദ്യമായിട്ട് ചെന്ന് നമ്മൾ മുട്ടുക. രാത്രി 1 മണിക്കും 2 മണിക്കും നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് ചെന്ന് മുട്ടാൻ കഴിയുന്ന വാതിൽ ഈ നാട്ടിൽ
4 അക്കവും 5 അക്കവും 6 അക്കവും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരുടേതാണോ? ഒരിക്കലുമല്ല. ഈ നാട്ടിലെ പൊതുപ്രവർത്തകരുടേതാണ്. ഈ നാട്ടിലെ ജനപ്രതിനിധികളുടെ വാതിലാണ് നിങ്ങൾക്ക് മുട്ടാൻ വേണ്ടി കഴിയുക. അല്ലാതെ വലിയ സ്റ്റാറുകൾ അവരുടെ ദേഹത്തണിഞ്ഞവരുടെ വാതിലുകളല്ല. അത് ഏത് കാര്യത്തിലാണെങ്കിലും ശരി, രാഷ്ട്രീയക്കാരെയും പൊതുപ്രവർത്തകരെയും പുച്ഛിക്കുന്ന ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ. അവർ പരിഹാസ കഥാപാത്രങ്ങളായത് സിനിമയിലാണ്. രാഷ്ട്രീയക്കാര് മോശക്കാരാണ് എന്നുള്ള ധാരണ പരക്കെ പ്രചരിപ്പിക്കപ്പെട്ടത് സിനിമകളിലൂടെയാണ്. ആ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞപ്പോ നമ്മളുടെ ഭാവം മാറി, ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. അവരന്ന് വരെ ആരാധ്യ പുരുഷന്മാരായി കരുതിയിരുന്നവരെ അവർ കല്ലെറിയാൻ വേണ്ടി തുടങ്ങി. എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രതിബദ്ധതയുടെ, സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ അംശം ഏറിയും കുറഞ്ഞുമിരിക്കാം പൊതുപ്രവർത്തകരിലും രാഷ്ട്രീയക്കാരിലുമാണ്. അതിലൊരു സംശയവും തർക്കവും ആർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മളുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയിൽ വിവിധ മതക്കാർ, വിശ്വാസക്കാർ അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. NP മുഹമ്മദിന്റെ പ്രവർത്തനം ഏതെങ്കിലും വിശ്വാസധാരയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. എല്ലാ മനുഷ്യരിലേക്കും അദ്ദേഹത്തിന്റെ സഹായഹസ്തങ്ങൾ നീണ്ടു. ദൈവം മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത്, പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് ഏക ദൈവമാണ്. എല്ലാവരും ആ ദൈവത്തെ വ്യത്യസ്ത പേരുകളിൽ വിളിക്കും. ദൈവം ഒന്നേ ഉള്ളൂ. ദൈവങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കുതൂഹലങ്ങൾ വാനലോകത്ത് നടക്കുമായിരുന്നു. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മളുടെ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളിൽ കാണുന്നത് പോലെയുള്ള തർക്കവിതർക്കങ്ങൾ അവിടെയും ഉണ്ടാകുമായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ദൈവം ഒന്നാണ്. ആ ദൈവത്തിൻ്റെ സന്തതികളാണ് മനുഷ്യകുലം എന്ന് പറയുന്നത്. വ്യത്യസ്ത മതക്കാർ, വ്യത്യസ്ത വിശ്വാസക്കാർ, അതൊക്കെ വിവിധ കൈവഴികളിലൂടെ മഹാസാഗരത്തിലേക്ക് ലയിക്കാൻ വേണ്ടി ഒഴുകുന്ന നദികളോ പുഴകളോ ആണ്. വ്യത്യസ്ത കൈവഴികളിലൂടെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെന്ന് ചേരുന്നത് കടലിന്റെ വിരിമാറിനോടാണ്. ദൈവമാകുന്ന, പ്രപഞ്ചമാകുന്ന വിഹായസിനോടാണ് നമ്മൾ ലയിച്ചു ചേരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ടായാൽ, അത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടായാൽ, ഈ നാട്ടിൽ വിശ്വാസത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കില്ല. NP മുഹമ്മദിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഈ സദസ്സ്, അദ്ദേഹത്തെക്കുറിച്ച് പാട്ടെഴുതിയ വ്യക്തിയെ ആദരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം ഒന്ന് കണക്ക് കൂട്ടുകയായിരുന്നു. തന്നെക്കാൾ ചെറുപ്പക്കാരനായ, സാധാരണ സമകാലികന്മാരെ കുറിച്ചും വലിയ ആളുകളെ കുറിച്ചുമാണ് പലരും പാട്ടെഴുതുക. എന്നാൽ തൻ്റെ നാട്ടിൽ തന്നെക്കാൾ ജൂനിയറായ, തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെക്കുറിച്ച് പാട്ടെഴുതാൻ ഒരു കാരണവർക്ക്, ഒരു ജ്യേഷ്ഠ സഹോദരന് കഴിയണമെങ്കിൽ അത്രമാത്രം അയാളുടെ മനസ്സിൽ NP മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖം തിളങ്ങി നിന്നതുകൊണ്ടാണ്. ആ തിളക്കത്തിന്റെ ശോഭയാണ് ഈ സദസ്സിൽ അണിനിരന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മുഖത്തും എനിക്ക് ദർശിക്കുവാൻ വേണ്ടി കഴിയുന്നത്. NP മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെ ഓർമ്മിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഒരോർമ്മ പുസ്തകം കരുതലിൻ്റെ സ്നേഹക്കുടയുമായി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ NP മുഹമ്മദ് സഹൃദയ വേദി എന്ന് പറയുന്ന
ആളുകളുടെ കൂട്ടായ്മയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആത്മാർത്ഥതയും സത്യസന്ധതയും ഉയർത്തിപ്പിടിക്കുന്നവർക്കും സേവനം നടത്തുന്നവർക്കും ഈ ലോകത്ത് നിന്ന് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒരു സേവനവും വൃഥാവിലാവില്ല. NP മുഹമ്മദ് ഇങ്ങനെ സേവനം ചെയ്ത് ജീവിച്ചപ്പോൾ പലരും അദ്ദേഹത്തെ വെറുതെയെങ്കിലും കളിയാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകും, ഈ NPക്ക് എന്ത് ചൂടാണ്, എന്ത് പിരാന്താണ് ഇവൻ എന്തിനാണ് സ്വന്തം കുടുംബത്തെ നോക്കാതെ നാട്ടുകാരുടെ കാര്യം നോക്കുന്നത്? അങ്ങനെ NPയെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ NPയുടെ പ്രവർത്തനം എത്രമാത്രം ആളുകൾക്ക് പ്രയോജനപ്പെട്ടിരുന്നു എന്ന് NPയുടെ കുടുംബമല്ല ഓർക്കുന്നത്, ഈ നാട്ടുകാരായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതജാതി വ്യത്യാസമന്യേ മുഴുവൻ ജനങ്ങളും ഓർക്കുന്നു. ഇത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകന്റെ സേവനം വൃഥാവിലായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് ഞാൻ ഈ പുസ്തകത്തെ സാക്ഷിയാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. NP മുഹമ്മദിന്റെ കുടുംബവും അനാഥമാകില്ല. NP മുഹമ്മദിന്റെ മക്കളെയും NP മുഹമ്മദിന്റെ കുടുംബത്തെയും പരിരക്ഷിക്കൽ ഞങ്ങളുടെ ചുമതലയും ബാധ്യതയുമാണ്. കാരണം NP ഊർജ്ജസ്വലനായിരുന്ന കാലത്ത് ഈ നാടിന് വേണ്ടി ജീവിച്ചയാളാണ്. അതുകൊണ്ട് ആ കുടുംബം ഞങ്ങളുടേതാണ്, ആ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികളാണ് എന്ന ബോധ്യം ഇവിടെ അണിനിരന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് NP മുഹമ്മദിന്റെ കരുതലിന്റെ സ്നേഹക്കുടയുമായി എന്ന ഓർമ്മ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഈ നാടിനായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഇനി നമ്മുടെ സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യ MLA അഡ്വക്കേറ്റ് PTA റഹീമിനോട് സാദരം അഭ്യർത്ഥിക്കുന്നു. അതിനു മുമ്പായി NPയുടെ ചിത്രം ഏറ്റുവാങ്ങാൻ വേണ്ടി NPയുടെ പ്രിയപ്പെട്ട മക്കൾ ആമിന ഷഹസാദും അമീന ദുനിയസയും വേദിയിൽ എത്തിയിരിക്കുന്നു. അത് സ്വീകരിക്കുന്നു. നന്ദി സർ. പ്രിയപ്പെട്ട MLA PTA റഹീം സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ പോക്കർ മാഷ്, കിഴക്കോത്ത് നെരിക്കിനി ഗ്രാമപഞ്ചായത്തുകളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റുമാർ, വേദിയിലും സദസ്സിലുമുള്ള NPയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാർ, NP ആരായിരുന്നു എന്ന് നമുക്കൊക്കെ നന്നായി അറിയാം. നമ്മളിത്രയും സദസ്സിൽ വെച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ അതിഥിയായി വന്ന ശ്രീ KT ജലീലും അത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. പുസ്തക പരിചയപ്പെടുത്തിയ ആളും വളരെ നന്നായി തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പുസ്തകത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു NP എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. NP ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സദസ്സ്. അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, രാഷ്ട്രീയമുണ്ടായിരുന്നു. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും ആതുര സേവന രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം NP എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വേദിയും സദസ്സും. അതുതന്നെയാണ് NPക്ക് ഉള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കില്ല. NP എന്ന് പറയുന്ന വ്യക്തി ഈ സ്ഥാപനത്തിൻ്റെ വാദി ഹുസ്ന സ്ഥാപനങ്ങളുടെ സ്ഥാപനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നെരിക്കുഴിലെ അത്താണിയുടെ നട്ടെല്ലായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ പ്രവർത്തനവുമായി പോകുമ്പോഴാണ്
നിർഭാഗ്യകരമായ ചെറിയൊരു അപകടമുണ്ടാവുകയും അദ്ദേഹം ആശുപത്രിയിലാകുകയും ചെയ്തത്. വളരെ കാലം അദ്ദേഹം വലിയൊരു പലയിടങ്ങളിലും ചികിത്സ തേടി അവസാനം വീൽ ചെയറിൽ നിന്നപ്പോൾ പോലും അദ്ദേഹം പൊതുപരിപാടിയിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും നിരാലംബരോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പട്ടിണിയാണെങ്കിലും അദ്ദേഹത്തിന് അറിയുന്നവരും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും ഒന്നും പട്ടിണി കിടക്കരുത് എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നിസ്തുല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും, തമീസ് ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും, ഫൈസൽ ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും, അതിന് പ്രചോദനം നൽകിയ എല്ലാ ആളുകൾക്കും അഗീതമായ നന്ദി അർപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത്. CNPയുടെ ഈ ഓർമ്മ പുസ്തകം നമുക്കിവിടെ ലഭിക്കും. അത് എല്ലാവരും അത് വാങ്ങണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി NPയുടെ പാവന സ്മരണക്കുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ NPയുടെ സന്തത സഹചാരികൾ, രാഷ്ട്രീയ രംഗത്തുള്ള ആളുകൾ, പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഒരു അറിയിപ്പ്: NPയുടെ ഓർമ്മ പുസ്തകം ആവശ്യമുള്ളവർക്ക് പുറത്ത് കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ് എന്ന് അറിയിക്കുന്നു. നേരത്തെ NP സൗഹൃദ വേദി ഗ്രൂപ്പിൽ ചാലഞ്ചിൽ പങ്കെടുത്ത് 200 രൂപ അടച്ചവർക്ക് കൗണ്ടറിൽ നിന്നും പുസ്തകം വാങ്ങാവുന്നതാണ്. അവർ ഗ്രൂപ്പ് ലിസ്റ്റിലെ നമ്പർ കൗണ്ടറിൽ പറഞ്ഞാൽ മതി എന്നറിയിക്കുന്നു. ഇനി നമ്മോട് സംസാരിക്കാൻ വേണ്ടി കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി CK സാജിദത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട KT ജലീൽ MLA, കുന്നമംഗലം നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് PT റഹീം സാഹിബ് അവർ, നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിഹാന രാരപ്പകണ്ടി, റംസീന നരിക്കുനി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പകണ്ടി ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള MP മുഹമ്മദ് അവർകൾ നമ്മിൽ നിന്നും വിട പറഞ്ഞിട്ട് 2 വർഷം തികയുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്നേഹത്തിൻ്റെ കടൽ എന്നൊരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും അദ്ദേഹം നമ്മുടെ ജനങ്ങളിൽ നിന്ന് എത്രത്തോളം നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നും എല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. MP-യെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നതും എൻ്റെ കുടുംബ സുഹൃത്ത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ. അദ്ദേഹം എല്ലാ മേഖലയിലും, അത്താണിയിലാകട്ടെ, ഏറ്റവും പാവപ്പെട്ട ജനങ്ങളോടൊപ്പം ഏറെ കാലം സേവനമനുഷ്ഠിക്കുകയും ആ കാര്യത്തിൽ നിന്ന് നമ്മോട് വിട പറയുകയും ചെയ്ത വ്യക്തിയാണ്. ഈ ഒരു മഹത്തായ പരിപാടി ഇങ്ങനെ ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ അണിയറ ഭാരവാഹികളെ ഞാൻ മുക്തകണ്ഠ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി മാം. ഇനി നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ജൗഹർ പൂമംഗലത്തോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷവേദിയിലെ KT ജലീൽ MLA, ബഹുമാന്യനായിട്ടുള്ള കുന്നമംഗലം നിയോജക മണ്ഡലത്തിൻ്റെ MLA PT റഹീം സാഹിബ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, പൊതുപ്രവർത്തകരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ജീവിതത്തിൽ അവസാനമായി കുടുംബത്തിന് ബാക്കി വെച്ച് പോകുന്നത്
അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൊടുത്ത നന്മകളും അത് സമൂഹം തിരിച്ചറിയുമ്പോൾ ആ കുടുംബത്തിനോടുള്ള അവരുടെ കടപ്പാടുമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നന്മ ചെയ്യുന്ന കാര്യങ്ങളെ അംഗീകരിക്കുവാൻ മറന്നു പോവുകയോ വൈമനുഷ്യം കാണിക്കുകയോ ചെയ്യുന്ന സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടില്ലെങ്കിലോ ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിലോ അവരുടെ കുടുംബം യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ അതല്ലെങ്കിൽ അവർക്കുള്ള പ്രയാസമോ ഒന്നും തന്നെ ഇവിടെ ആരോടും സൂചിപ്പിക്കില്ല. പക്ഷേ തിരിച്ചങ്ങോട്ട് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ചവർ, അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചവർ, അവരുടെ ഒരു കൂട്ടായ്മ അദ്ദേഹത്തെ ഓർക്കുവാനുള്ള ഈ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനം പുതിയ തലമുറയിൽപ്പെട്ടവർക്കും ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കുമൊക്കെ അവരുടെ കർമ്മപഥത്തിൽ മുന്നേറുവാനുള്ള ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി സർ. ഇനി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റംസീന നെരിക്കുനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന NPയുടെ ജീവിതയാത്രയിൽ ഒപ്പമൊഴുകിയ പ്രിയപ്പെട്ടവരെ, മരണത്തിനും അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ ബാക്കി നിൽക്കുക, അതല്ലെങ്കിൽ ഉജ്ജ്വലമായി പ്രൗഢമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയ സുഹൃതമാണ്. NPയുടെ 56 വർഷത്തെ ജീവിതം ബാക്കിയാക്കിയത് എന്തായിരുന്നു എന്നുള്ളതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ് നിറഞ്ഞു കവിഞ്ഞ ഈ സദസ്സ് എന്ന് പറയുന്നത്. ഞാനുമായി NPക്കുള്ള ബന്ധം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി പലപ്പോഴും വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിനിധീകരിക്കുന്ന ആശയത്തോട് വിയോജിച്ച് നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ. പക്ഷേ എഴുത്ത് എന്നുള്ള ഒന്നായിരുന്നു NPയും ഞാനുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം കണ്ട സമയത്തും ഈ അടുത്ത കാലത്തെങ്ങാനും നീ ഒരു പുസ്തകം പുറത്തിറക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചത് ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. കാലം കരുതി വെച്ച നിയോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചെഴുതാൻ വേണ്ടിയായിരുന്നു. ലൈഫ് ഇൻ ഡെത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, മരണത്തിലും ജീവിച്ചിരിക്കുക എന്നുള്ളത്. ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ NP എന്ന പ്രവിശാലമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗത്തെ മാത്രമായിരിക്കും സാങ്കേതികമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിച്ചത്. അതിനുമപ്പുറത്തേക്ക് നമ്മളൊന്നും കാണാത്ത, നമ്മളൊന്നും അറിയാത്ത വലിയൊരു ജീവിതം അദ്ദേഹത്തിന് ബാക്കിയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 56 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ആറ്റിക്കുറുക്കിയിട്ടാണ് ഈ പുസ്തകത്തിൻ്റെ തുറക്കുന്ന ഭാഗത്ത് തന്നെ 4 വരികൾ എഴുതിയിട്ടുണ്ട്. അത്താണിയാകണ മന്യർക്കുമെന്നാക്കി അത്താടിക്കാരൻ തൻ ജന്മദൗത്യം, അറ്റം വളഞ്ഞ കുടയുമാ ഏതോരു മുറ്റത്തയാൾ വന്നുവെന്നാകിലും, മറ്റൊന്നിനാവുകില്ലേതോ മനുഷ്യൻ്റെ ഇറ്റുന്ന കണ്ണുനീർ തുടച്ചിടാനാകാം. എന്തായിരുന്നു ആ മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ലളിതമായിട്ട് പറയാനാകുന്ന ഒരുത്തരം ഇത് തന്നെയാണ്. പുതിയ കാലത്തിന് മുന്നിലേക്ക് ഇത്തരം ജീവിതങ്ങളെ നിവർത്തി വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ജീവിച്ച മനുഷ്യരുടെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വലയങ്ങൾ നിർവഹിച്ച്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കുഞ്ഞു പുസ്തകം എന്ന് പറയുന്നത്.
നേരത്തെ ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു, ഒരു പൊതുപ്രവർത്തകന് എന്താണ് ബാക്കിയാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിഞ്ഞ ഉദാഹരണമാണ് ഈ മനുഷ്യൻ്റെ പ്രൗഢമായിട്ടുള്ള ചെറിയ വലിയ ഈ ജീവിതം, അദ്ദേഹം കടന്നുപോയ ഈ ജീവിതം എന്ന് പറയുന്നത്. പി രാമചന്ദ്രൻ്റെ കവിതയിലെ വരികൾ പോലെ, ഇവിടെ ഞാൻ ഉണ്ടായിരുന്നെന്നറിയിക്കുവാൻ ഒരു തൂവലെങ്കിലും പൊഴിച്ചിടുക എന്നുള്ളത്. ആ ഒരു വാക്കിനോട് ഏറെ നീതി പുലർത്തിയ ഒരു ജീവിതമാണ് NPയുടെ ജീവിതം എന്ന് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഏതായാലും ഇനി വരുന്ന കാലത്തിന് മുന്നിലേക്കും പുതിയ കുഞ്ഞുങ്ങൾക്ക് മുന്നിലേക്കും ഈ വഴിയെ ഇങ്ങനെയൊരു മനുഷ്യൻ നടന്നു പോയിരുന്നു, അദ്ദേഹം ഈ മണ്ണിൽ നനവുകൾ ബാക്കി വച്ചിരുന്നു എന്ന് പുതിയ കാലത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈ പുസ്തകത്തിന് സാധ്യമാകട്ടെ എന്ന് പ്രത്യാശിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ആളുകളെയും മുക്തകണ്ഠം അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ്റെ പാവനമായിട്ടുള്ള സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഹൃദ്യമായ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി മാം. നമ്മോട് സംസാരിക്കുന്നത് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പങ്കട്ടിയാണ്. അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ KT ജലീൽ, അധ്യക്ഷൻ പോക്കർ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന PTR റഹീംക ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം തന്നെ NPയെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ NP എന്നൊരു മഹാവ്യക്തി എന്ന് നേരത്തെ ഈ പുസ്തകത്തിൻ്റെ മുകളിൽ എഴുതിയ കരുതലിൻ്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ NP ഒരു കൂട്ടം സ്നേഹത്തിൻ്റെ ഒരു നിറക്കുടമായിരുന്നു. ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ കാരണം തന്നെ NP ആയിരുന്നു. ഈ NPയുടെ സ്ഥാനമാണ്, അതുകൊണ്ട് നീ ആ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരു പരിചയമില്ലാത്ത നിനക്ക് ഒന്നും നടക്കില്ല, അതുകൊണ്ടൊരു ഒരു പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ എന്നെ നിരാശപ്പെടുത്തിയപ്പോൾ, വാ മോളെ, ഈ ഒരു പ്രയാസവുമില്ല, നീ വാ, നിനക്ക് എല്ലാ സപ്പോർട്ടുമായി ഞാൻ കൂടെയുണ്ട്, നിനക്കൊരു കാര്യത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ ഒരു മത്സരത്തേക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും മുൻകൈ എടുത്ത ഒരു വ്യക്തിയായിരുന്നു NP. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും ഞാൻ ആദ്യം ഫോൺ ചെയ്യുന്നത് MP ആയിരുന്നു. ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടത്തിൽ NPയോട് വിവരം ചോദിച്ചാൽ ആ സമയം തന്നെ NP അതിനുള്ള മറുപടി എനിക്ക് തരുമായിരുന്നു. ഒരു പ്രശ്നത്തിലും അത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന്, ഒരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്നുള്ള എനിക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും തന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴുള്ള ഈ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചതും എന്നോടൊപ്പം നിന്നതും MP ആയിരുന്നു. അതുകൊണ്ട് തന്നെ NPയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ അത് കണ്ണു പോയാലേ കണ്ണിൻ്റെ വില അറിയൂ എന്ന് പറഞ്ഞ പോലെ NP നഷ്ടപ്പെട്ട സമയത്തായിരുന്നു അതിൻ്റെ ശരിക്കും ഞാൻ അനുഭവിച്ചത് തന്നെ. ആ സമയത്ത് എന്നെ ഒരു പരിധിവരെ സഹായിച്ചത് MS ആണ്. MS-ഉം ഒരു സംശയം ചോദിച്ചാൽ അതിനുള്ള മറുപടി തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ MPയുടെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും സദസ്സിലിരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഏറ്റവും വലിയ നഷ്ടം 2 വർഷമായി. പക്ഷെ അതേപോലെ തന്നെ അതിലും കൂടുതലായിട്ട് ഞങ്ങളെ പാലങ്ങാട്ടുകാരായ അത്താണിയുടെ ഏറ്റവും വലിയ ഒരു സാന്നിധ്യമായി പ്രവർത്തിച്ചിരുന്ന NP അത്താണിക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ ഈ ഹോസ്പിറ്റലിലെ സെക്കൻഡറി പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൈ പതിപ്പിക്കണം, എപ്പോഴും അവരുമായി ഒരു മോണിറ്ററിങ് നടത്തി എന്നിങ്ങനെ കാര്യങ്ങൾ എന്നോട് നിരന്തരം പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ നിരാരംഭരുടെ അത്താണിയായിരുന്ന MP എന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. സാധാരണ മരിച്ചുപോയ ആൾക്കാരെ 1-2 വർഷം കഴിയുമ്പോൾ അത് അവരെ പിന്നെ ഓർക്കുക പോലുമില്ല. പക്ഷേ ഈ ഒരു പുസ്തകം വന്നതിലൂടെ ഇനി അങ്ങോട്ടുള്ള തലമുറ പോലും NPയെ ഇനിയും ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി. ഇനി ഗാനരചയിതാവും പ്രഭാഷകനുമായ ശ്രീ ബാപ്പു വാവാട് നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിനോട് അതിനായി അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ വന്ന് NPയുടെ
തട്ടകമായ ഇവിടെ വന്ന് അദ്ദേഹത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ നിരർത്ഥകത ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം സംസാരിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ NP പോലൊരാൾ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും ആ നാടിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ ജ്വലിപ്പിക്കുക എന്നുള്ള വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ MS മാഷും ഇതേ രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമായിക്കൊണ്ട് തന്നെ ഈ നാടിന് എന്നും ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഇവരെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ NPയുടെ ഫോട്ടോയുടെ താഴെയുള്ള 4 വരികളാണ് ഇവിടെ ചൊല്ലിയത്. അത് ഞാൻ ഇതിനു വേണ്ടി എഴുതിയൊരു കവിതയുടെ 4 വരികളാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിൻ്റെ കുറഞ്ഞ വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ചൊല്ലാം. കാരുണ്യത്തിൻ്റെ ഗന്ധം എന്നാണ് ഈ കവിതയുടെ പേര്. പുസ്തകത്തിൽ നിന്നു കൊത്തിപ്പെറുക്കേണ്ട തത്വങ്ങളേതെന്നറിഞ്ഞു കൃത്യം അത്താണിയാകണമന്യർക്കുമെന്നാക്കി അത്താടിക്കാരൻ തൻ ജന്മദൗത്യം. അറ്റം വളഞ്ഞ കുടയുമായേതൊരു മുറ്റത്തയാൾ വന്നുവെന്നാകിലും മറ്റൊന്നിനാവുകില്ലേതോ മനുഷ്യൻ്റെ ഇറ്റുന്ന കണ്ണീർ തുടച്ചിടാനാം. 40 ആണ്ടിൻ മുമ്പേ ആതുര സേവന താൽപര്യമാ യുവമാനസത്തിൽ നട്ടു വളർത്തി സഹജീവി സ്നേഹത്തിൻ നന്മ പരത്തും തണൽ മരങ്ങൾ. അന്നിത്ര രോഗീ പരിചരണം നാട്ടിൽ വന്നില്ല അന്യരാലെന്നതോർക്കൂ. പന്നിക്കോട്ടൂരിനാണാ ഗ്രാമവാസിതൻ പൊന്നിൻ കിരീടം തലയ്ക്കു പാകം. സ്നേഹസംഭാഷണം തന്നിലും പ്രൗഢമാം സാഹിത്യഭാഷതൻ കാന്തി ചാർത്തി. സൗന്ദര്യമേതൊരു ദർശനം തന്നിലും സോദാഹരണം വരച്ചുകാട്ടി. വാക്കല്ല കർമ്മങ്ങളത്രേ കനിവിൻ്റെ പൂക്കൾ വിടർത്തിടും തൂവെളിച്ചം. വൃദ്ധർ കുരുന്നുകൾ രോഗികൾക്കെല്ലാവർക്കും സിദ്ധിച്ച കാരുണ്യത്തിൻ്റെ ഗന്ധം. കൈവിട്ടുപോൽ ഡ്രഗിലാണ്ടൊരു ബാലനെ തീവണ്ടി യാത്രയിൽ കിട്ടിയ കുഞ്ഞിനെ ജീവിതം നൽകാനായി തൻ വീട്ടിൽ പാർപ്പിച്ച സേവകനാണെൻ്റെ മിത്രം NP. ഇടയ്ക്ക് നിർത്താൻ തോന്നിയില്ല, അതുകൊണ്ട് പൂർണ്ണമാക്കിയതാണ്. എല്ലാവർക്കും എൻ്റെ എല്ലാ സന്തോഷവും സ്നേഹവും അറിയിക്കും. താങ്ക് യു സർ. ഇനി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനുമായ MA ഗഫൂർ നമ്മോട് സംസാരിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ പോക്കർ മാസ്റ്റർ, വേദിയിലെ അഡ്വക്കേറ്റ് PT റഹീം സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഒരുപക്ഷെ NPയെ 979 MJ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം എളേറ്റിൽ, അങ്ങനെ ഒരു സ്ഥാപനം വന്നില്ലായിരുന്നുവെങ്കിൽ NPയുമായി പരിചയപ്പെടാൻ കഴിയുമായിരുന്നോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. MJ ഹയർ സെക്കൻഡറി സ്കൂൾ വന്ന് 2ാമത്തെ ബാച്ച് ആരംഭിച്ച് 9ാം ക്ലാസ്സിലേക്ക് ഞങ്ങൾ എത്തുമ്പോഴാണ് NP മുഹമ്മദ് എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ ഞങ്ങളുടെ ക്ലാസ് മുറികളിലേക്ക് കടന്നു വരുന്നത്. 2 വർഷത്തെ വ്യത്യാസം പ്രായത്തിൽ ഞങ്ങൾ തമ്മിലുണ്ട്. അദ്ദേഹം ഇടക്കാലത്ത് വിദ്യാഭ്യാസം നിർത്തുകയോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല, 2 വർഷക്കാലം കഴിഞ്ഞാണ് അദ്ദേഹം വീണ്ടും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിരുന്നത് അന്ന് SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങുന്നത്, ഇന്നും ആ മാർക്ക് ഞാൻ ഓർക്കുന്നത്, 600 മാർക്കിൽ 540 മാർക്ക് വാങ്ങി SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയാണ്. മിടുക്കനായ ഒരു വിദ്യാർത്ഥി എന്ന് മാത്രമല്ല, എൻ്റെയൊക്കെ കരിയറിൽ ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു വിദ്യാർത്ഥി. ഒരു പക്ഷേ നാളുകളിൽ ഒരു ആരോഗ്യരംഗത്ത് പ്രശസ്തനായ ഒരു നല്ല ഡോക്ടറായി
അല്ലെങ്കിൽ നല്ലൊരു എഞ്ചിനീയറായി അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് മേഖലയിൽ ഒരു നല്ല ഉദ്യോഗസ്ഥനായി MP പിൽക്കാലത്ത് വരും എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് അദ്ദേഹം ചേളന്നൂർ കോളേജിലെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലേക്ക് കടന്നു വരുന്നത്. വായനയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായി വായനാ രംഗത്ത് മുന്നോട്ട് പോവുകയും പിന്നീട് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല എല്ലാ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് വളരെ വേഗതയിൽ MP കടന്നുപോയത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഏറ്റവും നല്ല മനോഹരമായി അദ്ദേഹത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സമ്പത്താണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ നൽകിയിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി. ഇനി നമ്മുടെ നാട്ടുകാരൻ പ്രിയപ്പെട്ട ഇസ്ഹാഖ് മാസ്റ്റർ. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൂടുതൽ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഗഫർ മാഷ് സൂചിപ്പിച്ച പോലെ തന്നെ എൻ്റെയും അതേ ബാച്ചിലായിരുന്നു MP പഠിച്ചിരുന്നത്. 9ാം ക്ലാസ്സിലാണ് അവൻ വന്ന് കയറിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനത്തെ MP-യുടെ പൊതുപരിപാടി ഞങ്ങൾ 2 വർഷം മുന്നേ നടത്തിയ ഒരു കൂട്ടായ്മ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രയാസപ്പെട്ടാണ് MP അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. അവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരുമായി സന്തോഷം പങ്കിട്ടാണ് അദ്ദേഹവും ഭാര്യയും കൂടെ അവിടുന്ന് തിരിച്ചു പോയിട്ടുള്ളത്. ഈ സമയത്ത് ഞാൻ കൂടുതൽ കാര്യത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരുപാട് എത്ര പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളാണ് MP-യെ പറ്റി പറയാനുള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. ഈ വൈകിയ വേളയിൽ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി OPI കോയ അവർ നമ്മോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന PT റഹീം സാഹിബ് അടക്കമുള്ള നേതാക്കളെ, സഹോദരന്മാർ, എന്നായിരുന്നു MP മുഹമ്മദ് എന്ന നമ്മുടെയൊക്കെ സ്നേഹഭാജനമായ മനുഷ്യനെ കണ്ടത് എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ കണ്ട നാൾ മുതൽ അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സിനെ കീഴടക്കിയിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അതായിരുന്നു MP. ഒരു രംഗത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു പരിപാടിയിൽ, ഒരു പ്രവർത്തനത്തിൽ വന്നു ചേർന്നാൽ അതിൻ്റെ എല്ലാമായി പ്രവർത്തിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു. ഇവിടെ MA ഗഫൂർ മാഷ് പറഞ്ഞതുപോലെ 540 മാർക്ക് വാങ്ങി ആ കാലഘട്ടത്തിൽ SSLC പരീക്ഷ പാസ്സായ ഒരു മനുഷ്യൻ സ്വന്തത്തിലേക്കും സ്വന്തം ആവശ്യത്തിലേക്കുമായിരുന്നു ചുരുങ്ങി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ആരൊക്കെയോ ആകുമായിരുന്നു. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത പാത ഈ നാട്ടിലെ അശരണരും അഗതികളും അനാഥരും അല്ലാത്തവരുമൊക്കെയായ എല്ലാ കഴിവും യോഗ്യതയുമൊക്കെയുള്ള നല്ല വലിയ മനുഷ്യന്മാർക്കായാലും അവർക്ക് വേണ്ടി സേവനം ചെയ്യലാണ് എൻ്റെ വഴി എന്ന് മനസ്സിലാക്കി ആ വഴിയിൽ സഞ്ചരിക്കാൻ MP മുഹമ്മദ് തയ്യാറായപ്പോൾ ആ ജീവിതം ധന്യമായി എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. അതാണ് ഇന്ന് ഈ സദസ്സ് ഇവിടെ വിളിച്ചോതിയിട്ടുള്ളത് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ആ നല്ല മനുഷ്യൻ്റെ പരലോകം സർവശക്തൻ നന്നാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി സർ. ഇനി V ഇല്യാസ് നരിക്കുനി അവർ സംസാരിക്കുന്നു. ആദരണീയനായ ഈ ചടങ്ങിലെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട പോക്കർ മാസ്റ്റർ, റഹീം ഖാ അടക്കമുള്ള വേദിയിലെ ആദരണീയരായ ജനപ്രതിനിധികളെ, നേതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, സംസാരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
കാരണം എൻ പിയെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. എൻ പിയെ കുറിച്ചാണ് പറയേണ്ടതും. എൻ പിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. വളരെ ചെറിയ പ്രായം തൊട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒരു സംഘടനയുടെ 2 ഭാരവാഹികളായി എപ്പോഴും ചേർന്ന് നിൽക്കാനൊക്കെ കഴിഞ്ഞ എൻ്റെ സഹപ്രവർത്തകൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സഹോദരൻ എന്ന് പറയുന്നതായിരിക്കും. ആ രൂപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും സന്തോഷത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ഘട്ടങ്ങളിൽ പരസ്പരം ചേർന്ന് നിൽക്കാനൊക്കെ കഴിഞ്ഞ എൻ്റെ ഒരു സഹോദരനായിരുന്നു എൻ പി. ഈ വേദിയിൽ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി കടന്നുപോയ പ്രിയപ്പെട്ട എൻ പിയെ കുറിച്ച് ഈ രൂപത്തിലുള്ള ഒരു ഓർമ്മ പുസ്തകം തയ്യാറാക്കിയ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും അഭിനന്ദിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. എൻ പിയോടൊപ്പം നമുക്കും നാളെ സ്വർഗമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി സർ. ഇനി NK മുഹമ്മദ് മുസ്ലിയാർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ പോക്കർ മാഷ്, ബഹുമാന്യനായ റഹീം അടക്കമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട എൻ പിയുടെ അനുസ്മരണ വേദിയിൽ നിൽക്കുമ്പോൾ ചെറുപ്പത്തിൽ എൻ പിയോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇവിടെ സിറാജുണ്ട്, കുറച്ച് നേരത്തെ ഇവിടെ ഇരുന്ന് ഞാൻ നിൽക്കുകയായിരുന്നു, ഇക്ബാലുണ്ട്, ഞങ്ങളൊക്കെ ഒരു വയസ്സുകാര ഒരു ടീമായിരുന്നു. പന്നിക്കോട്ടൂരിലെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ മറ്റ് രംഗങ്ങളിലൊക്കെ എൻ പിയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൻ്റെ മുകളിൽ കൊടുത്ത ആ വാചകം സ്നേഹക്കുടയുമായി എന്ന, കുടക്കൊരു പ്രത്യേകത, വെയിലിനെ തരണം ചെയ്യാൻ, മഴയെ തടുക്കാനൊക്കെയാണ് നമ്മൾ കുട ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങൾക്ക് തണലേകിയ ഒരു മനുഷ്യനായിരുന്നു എൻ പി. എൻ പി ആതുര സേവന രംഗത്തേക്ക് കടന്നു വരാനുള്ള കാരണം ഇവിടെ പറയാതെ പോയൊരു കാര്യമുണ്ട്. അന്ന് പന്നിക്കോട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്ത്. പല നിലക്കുള്ളവർ. അവരെ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ആ ബാല്യകാലം കടന്നുപോയത്. അതുകൊണ്ടാവാം അവരുടെ പ്രയാസങ്ങൾ കണ്ട് അവർക്കൊക്കെ അത്താണിയാവണമെന്ന് എൻ പി അന്ന് തീരുമാനിച്ചത്. അത്താണി വരുന്നതിന് മുമ്പ്, അതുപോലെ പ്രവർത്തകർക്ക് ഈ ആശയം തോന്നുന്നതിന് മുമ്പ് പന്നിക്കോട്ടൂരിൽ ഈ ഒരു ആശയം കൊണ്ടുവന്ന പ്രിയപ്പെട്ട എൻ പിയെ ഓർത്തുകൊണ്ട് അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി. ഇനി RK മജീദ് മാസ്റ്റർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനരായ സ്റ്റേജിൽ വിവക്ഷിതായിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, എൻ പി 2 അക്ഷരമാണ്. അതുപോലെയുള്ള കുറേ 2 അക്ഷരങ്ങൾ നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. PP 2 അക്ഷരമായിരുന്നു, MS 2 അക്ഷരമാണ്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ 2 അക്ഷരങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള 2 അക്ഷരങ്ങൾ തൻ്റെ പേരിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന പല ആളുകളും ഉണ്ടാകാം. പക്ഷെ അവരൊന്നും ഓർമ്മിക്കാതെ ഇവരെ മാത്രം ഓർമ്മിക്കുന്നത് അവർ ഈ സമൂഹത്തിൽ ചെയ്തിരിക്കുന്ന നന്മകൾ ഓർത്തുകൊണ്ടായിരിക്കും. ആ നന്മകൾ എന്നും ഓർക്കുക എന്നതും, അതോടൊപ്പം ആ നന്മയിൽ നിന്ന്, ആ പേരിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് നമുക്കിടയിലെ പാവങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുക എന്നതുമാണ് ഈ പരിപാടി നമുക്ക് സന്ദേശം.
എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി സർ. ഇനി VP അബ്ദുൽ ഖാദർ മാസ്റ്ററാണ്, നെരിക്കുനി അത്താണിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ NP ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപക പ്രവർത്തകരിൽ സജീവമായ ഒരു അംഗമായിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട MLA, ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലുള്ള സഹപ്രവർത്തകരെ, NPയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ NPയുമായി ബന്ധപ്പെടുന്നത് ജീവകാരുണ്യ രംഗത്ത് നരിക്കിനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻ്ററിന് രൂപം നൽകുമ്പോൾ ആദ്യമായി ഒരു 18 പേർക്ക് ട്രെയിനിങ് നൽകുകയുണ്ടായി. ആ ട്രെയിനിങ്ങിൽ വെച്ചാണ് ഞാൻ NPയുമായി ബന്ധപ്പെടുന്നത്. തുടർന്നിങ്ങോട്ട് അത്താണിയുടെ ഓരോ സ്റ്റെപ്പിലും അതിൻ്റെ പുരോഗതിയിൽ ഓരോ കാൽവെപ്പിലും അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട് എന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. എനിക്കറിയാം, 7 പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഓരോ മുക്കിലും മൂലയിലും ഈ സന്ദേശം എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച ത്യാഗം, വിവിധ വീടുകളിൽ കിടപ്പിലായ രോഗികൾക്ക് സ്വാതന്ത്ര്യ പരിചരണം നൽകുന്നതിൽ ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഒരു മഹാവ്യക്തിത്വം. അവിടെ നിന്നിങ്ങോട്ട് ഇന്ന് നാം കാണുന്ന രൂപത്തിൽ ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി എന്നത്, അതിനുള്ള പ്രതിഫലം നമുക്കാർക്കും നൽകാൻ സാധ്യമല്ല. അത് സർവശക്തൻ നൽകേണ്ടതാണ്. അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തിന് കഴിയുന്നവർ വളരെ വിരളമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തൻ തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെയും നമ്മെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ പുസ്തകം രചിച്ചിട്ടുള്ളവർക്കും ഇവിടെ വന്നിട്ടുള്ള ഈ പരിപാടി ആസ്വദിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി സർ. ഇനി VC മുഹമ്മദ് ആണ് സംസാരിക്കുന്നത്. അദ്ദേഹം പന്നിക്കോട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പിറ എന്ന ചാരിറ്റബിൾ സംഘടനയുടെ ചെയർമാനാണ്. ഇതിൻ്റെയും തുടക്കക്കാരൻ NP ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ, ഒരു നാട്ടിൽ ജനിച്ച് ഒരു വേദിയിൽ പ്രവർത്തിച്ച് കുറേ കാലം പല മേഖലകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ മനസ്സിൽ തോന്നിയ ഒരു പ്രസ്ഥാനമായിരുന്നു പിറ പന്നിക്കോട്ടൂർ. അതായത് നാട്ടിലുള്ള പാവപ്പെട്ട അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക് വേണ്ടി അവർക്കൊരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ വിവിധ തൊഴിൽ മേഖലകൾ കണ്ടെത്തി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ നടക്കുന്ന സമയത്താണ് ഞങ്ങളതിനു വേണ്ടി ഒരു സ്ഥലവും ഒക്കെ വാങ്ങി. അപ്പോൾ അതിനെപ്പറ്റി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അകാലത്തിൽ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് വിട്ടുപോയത്. അപ്പോൾ അതിനുശേഷം ആ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് എന്ന് നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനിയിപ്പം നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ സ്ഥലത്ത് ഒരു
ബിൽഡിംഗ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അത് നടത്തണം എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകവഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ച പല മേഖലകളിലും പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹവും പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വൈകുന്നേരം 6 മണിയായാലും നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് പോകാതെ കൊടുവള്ളിക്കൂടെ പിരിവായിട്ട് നടക്കുന്ന സ്വഭാവം ഉണ്ടായി. ഞങ്ങൾ പിരിവിന് പോകുമ്പോൾ 6 മണിയാകുമ്പോൾ എന്നോട് പറയും ഇങ്ങി പോട്, നിങ്ങൾ പോയിക്കോളി, നമുക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം. അപ്പോൾ ഞാൻ ചോദിക്കും വീട്ടിലേക്ക് എന്താ മീനൊക്കെ നോമ്പ് കാലത്താണ് മീനെന്താ വാങ്ങിക്കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും അതൊക്കെ ആർക്കെങ്കിലും അങ്ങ് എത്തിച്ചു കൊടുക്കൂ, അതൊന്നും പ്രശ്നമില്ല. എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിന് 2 പെൺകുട്ടികളാണുള്ളത്. എന്നാൽ വീട്ടിൽ അതേ പറയാൻ കാരണം അദ്ദേഹത്തിനും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഒരാൾ മീനോ ഒത്തിരി ഭക്ഷണത്തിനോ പോകാൻ ഒന്നും പറഞ്ഞേക്കാനോ ഒരാളില്ലാത്ത അവസ്ഥകളുടെ കാലത്ത് പോലും അദ്ദേഹം ഇങ്ങനെയും അതിലുള്ള സേവനങ്ങൾ നടത്തിയിരുന്നു എന്ന് ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ സ്ഥാപനം നമുക്ക് അവിടെ പണിതുയർത്തി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഉണ്ടാക്കണം. അതിനുള്ള സഹായ സഹകരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾ ഇന്ന് സംബന്ധിക്കും ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിറ പന്നിക്കോട്ടൂരിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി സർ. ഇനി KK മുഹമ്മദ് കോയ സംസാരിക്കുന്നു. നമുക്ക് ഇപ്പോൾ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പുണ്ട്. ബഹുമാനനായ ഗ്രന്ഥകാരൻ ബഷീർ തിക്കോടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുള്ള വ്യക്തിത്വങ്ങളെ, NP പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും പറഞ്ഞ സംഗതികളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയ സംഗതികളൊക്കെ തന്നെയാണ്. എന്നാൽ NPയുടെ ജീവിതം നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുക, NP വഴി കാട്ടിത്തന്ന ആ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട ബഷീർ തിക്കോടിയെ ഈ വേദിയിൽ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, താൻ ജീവിക്കുന്ന കാലം പൂർണ്ണാർത്ഥത്തിൽ ഇരുട്ടാണ് എന്ന് തിരിച്ചറിയുമ്പോഴും തുർക്കിയിലെ ഏറ്റവും പ്രശസ്തനായ കവി നാസിം ഹിക്മത്തിൻ്റെ ഒരു കവിതയുണ്ട്, ഞാൻ കത്തിയില്ലെങ്കിൽ, നീ കത്തിയില്ലെങ്കിൽ, നമ്മൾ ഒരുമിച്ച് കത്തിയില്ലെങ്കിൽ ആരാണ് ഈ ഇരുട്ടിനെ പിളർക്കുക എന്ന്. ജീവിക്കുന്ന കാലത്തിൻ്റെ വ്യവസ്ഥിതിയും പൗരോഹിത്യവും അത്രമേൽ ഇരുട്ട് മൂടുമ്പോഴും തന്നെ കത്തിച്ച് വെളിച്ചം പരത്തുന്ന ചില മനുഷ്യരുടെ ജന്മങ്ങൾ, ജന്മസാഫല്യങ്ങൾ, ജന്മവിശുദ്ധികൾ ഈ കാലത്ത് ഒരു ചന്ദ്രപ്രഭയായി വരും തലമുറകൾക്ക് പോലും പാഠവും പാഠപുസ്തകവുമായി തീരുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് നമുക്കൊക്കെ പ്രിയപ്പെട്ട NPയെക്കുറിച്ചുള്ള ഓർമ്മ. ആ ഓർമ്മയുടെ ഏറ്റവും സുശക്തമായ ഒരിടത്ത് നിന്നേ നമുക്ക് നന്മയെക്കുറിച്ച് ആലോചിക്കാനും കഴിയും. ഒരു സൂഫി വര്യനെ പോലെ മൗനത്തിൻ്റെ എല്ലാ ഉടയാടകളും അണിഞ്ഞ് ഉറക്കെ കേൾക്കുകയും പതുക്കെ പറയുകയും ചെയ്തുകൊണ്ട് തൻ്റെ അത്രമേൽ ചെറുതെന്ന് തിരിച്ചറിയുന്ന ഒരു ജന്മത്തെ ഒരാകാശത്തിൻ്റെ വിസ്തൃതിയായി തീർക്കുന്ന കാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും മാനുഷികതയുടെയും ഉദാത്തത കൊണ്ട് ഒരു ജന്മത്തെ ജന്മപുണ്യമാക്കി തീർത്ത ഒരു വലിയ മനീഷിയെക്കുറിച്ചുള്ളൊരു ഓർമ്മ എനിക്ക് വലിയ അഭിമാനം തോന്നുകയാണ്. 3 പരിപാടി കഴിഞ്ഞിട്ട് ഓടിക്കതച്ച് ഞാൻ ഈ സദസ്സിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തിരുന്നിട്ട് ഈ പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന നല്ല വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് എത്തുന്നു എന്നത് മാത്രമല്ല, ഒരു മനുഷ്യൻ എങ്ങനെയാണ് 70 വയസ്സായ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 25,565 ദിവസമാണ്. അതിൽ 9,000 ദിവസം നമ്മൾ ഉറങ്ങിത്തീർക്കും, അതിൽ 9,000 ദിവസം നമ്മൾ ജോലി ചെയ്തും തീർക്കും. പിന്നെ ഉള്ളത് കുറച്ചാണ്, നമുക്കറിയാം. അതിൻ്റെ അകത്ത്
നമ്മുടെ കുട്ടിക്കാലമുണ്ട്, നമ്മുടെ വാർദ്ധക്യകാലമുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് ദിവസങ്ങളാണ് ആകത്തുകയായി ഒരു മനുഷ്യന് ആ മനുഷ്യജന്മത്തെ പുണ്യമാക്കി തീർക്കാൻ കിട്ടുന്ന അസുലഭ നിമിഷം. ഈ ഘട്ടം പകയുടെയും വിദ്വേഷത്തിൻ്റെയും ആർത്തിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ കടലിടുക്കിലൂടെ നീന്തി തുടിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സുമായി ഈ ജീവിതത്തെ അത്രമേൽ അസഹ്യമായ ഒരു അനുഭവമാക്കി തീർക്കുന്ന മനുഷ്യർക്കിടയിലാണ് ഈ മനുഷ്യൻ. കണ്ടില്ലേ ഈ മുഖം? ഈ മുഖത്ത് തന്നെ ആ ജീവിതത്തിൻ്റെ വിശുദ്ധി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാം. തൻ്റെ കൺവിരിയത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് പിടയുന്ന മനുഷ്യരുണ്ടല്ലോ, അശരണരായ മനുഷ്യരുണ്ടല്ലോ, ആരാരുമില്ലാത്ത മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്കരികിലേക്ക് മുണ്ടും മാടി കുത്തിച്ചെന്ന് അവരുടെ തോളിൽ കൈയിട്ട് അവരുടെ മുടിയിഴലുകളിലൂടെ തൻ്റെ വിരലുകൾ സ്പർശിച്ച് ആ മുഖത്ത് അപ്പോൾ ഒരു ചിരി വിരിയുന്നത് നമുക്ക് കാണാം. അതുമാത്രമായിരുന്നു ആ മനുഷ്യൻ്റെ ജീവിത സമ്പാദ്യമെന്ന് പറയുന്നത്. തൻ്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ചോ തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ കർമ്മം കൊണ്ടും തൻ്റെ കർമ്മകുശലത കൊണ്ടും സമ്പാദിച്ചു കൂട്ടാൻ കഴിയുന്ന വലിയ സമ്പത്തിനെ കുറിച്ചും തൻ്റെ പ്രശസ്തിയെക്കുറിച്ചും ഒന്നും ഓർക്കാതെ എവിടെ പിടയുന്ന മനുഷ്യരുണ്ടോ, എവിടെ വേദനിക്കുന്ന മനുഷ്യരുണ്ടോ, എവിടെ ഉറക്കെ നിലവിളിക്കുന്ന മനുഷ്യരുണ്ടോ, ആ മനുഷ്യരുടെ വേദനകൾക്കരികിലേക്ക് ചെന്നുപോയ ഒരു മനുഷ്യൻ മരണം വന്ന് കൊല്ലുന്നത് വരെ ഈ ജന്മത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ മറന്ന് മറ്റുള്ളവരെ ഓർത്തിരിക്കുന്ന ഒരു മനസ്സായിരുന്നു NPയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് എത്രയോ മണിക്കൂറുകളായി ആ മനുഷ്യനെക്കുറിച്ച് കേൾക്കാൻ പ്രാർത്ഥന പോലെ നല്ല വാക്കുകൾ ഓതുന്ന നാവുകളുടെ കീഴെ നിന്നുകൊണ്ട് ആ മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ഏറ്റവും ശ്രുതിമധുരമായ വാക്കുകൾ കേൾക്കാൻ ഇത്തിരിയെങ്കിലും പേര് ഇവിടെ ഇരിക്കുന്നത്. നല്ല സദസ്സായിരുന്നു എന്ന് പ്രിയപ്പെട്ട റസാഖ് വക്കീലും ഫൈസൽ കെയും പറഞ്ഞു. ഖാദർ മാഷ് ഞാൻ വരുമ്പോൾ പ്രസംഗിക്കുകയാണ്. ഒരുപാട് മനീഷികൾ കൊണ്ട് ഈ നാട് സമ്പന്നമാണ്. റഹീം സാഹിബ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എക്കാലത്തും നമുക്ക് ദിശാബോധം തരുന്ന, നമുക്ക് മുന്നോട്ട് ആഞ്ഞു കുതിക്കാൻ കഴിയുന്ന ഊർജം തരുന്ന കുറേ നല്ല മനുഷ്യർ. പച്ച അരപ്പട്ട കെട്ടി മടമ്പിൻ്റെ മുകളിൽ മുണ്ടുടുത്ത് നട്ടപ്പാതിരാക്കും നട്ടുച്ച വെയിലിലും നടന്ന് മറ്റു മനുഷ്യർക്ക് വേണ്ടി, ആരാരുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യുന്ന വലിയ ത്യാഗനിർഭരമായ മനസ്സുള്ളവർ, അത്തരം ഒരുപാട് വലിയ മനുഷ്യരുടെ സമൃദ്ധി കൊണ്ട് ഈ നാട് പുണ്യം നിറഞ്ഞതാണ് എന്നതുകൊണ്ടാണ് 3 ബസ് മാറിക്കയറിയിട്ട് ഇടയ്ക്കെങ്കിലും ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ കാലുകുത്തുന്നത്. ഈ NPയെക്കുറിച്ചുള്ള ഓർമ്മ അത്തരമൊരു വിശുദ്ധമായ ഓർമ്മയിൽ നിന്നുകൊണ്ടേ നമുക്കത് തുടങ്ങാനും അവസാനിപ്പിക്കാനും കഴിയൂ എന്ന് നമുക്കറിയാം. ഒരു ജന്മം എങ്ങനെയാണ് ഓർമ്മകളുടെ ശിഖരങ്ങളിൽ ഒരു മഞ്ഞ് പോലെ ഇങ്ങനെ താഴോട്ട് വീഴാതെ നിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രയൊന്നും വലുതല്ലാത്ത ഒരു പുസ്തകത്തിൻ്റെ താളിലേക്ക് വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയുടെ മാറിടത്തിലൂടെ ചെരുപ്പിടാതെ ഈ മണലാരണ്യത്തെ സ്പർശിച്ചു നടന്നു പോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇട്ടേച്ചു പോയത് എന്താണ്? ഓർമ്മ മാത്രമാണ്. നല്ല ഓർമ്മകൾ. നല്ല ഓർമ്മകൾ എന്താണ്? അത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകുന്നതാണ് എന്ന് നമുക്കറിയാം. കാരണം മറ്റൊരാളുടെ ജന്മം നമുക്ക് മാതൃകയാക്കാൻ കഴിയുമ്പോഴാണ് നാം നമ്മുടെ അകത്തേക്ക്, നമ്മുടെ അകത്തെ ഇരുട്ടിലേക്ക്, നമ്മുടെ അകത്തെ അഴുക്കിലേക്ക് നാം തുറിച്ചൊന്ന് നോക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ട് NPയെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നമ്മെ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കാൻ ഉതകുന്ന ഒരു ഓർമ്മയാണ്. എപ്പോഴും ജീവിതത്തിൻ്റെ പരകായ പ്രവേശത്തെക്കുറിച്ചല്ല ആ മനുഷ്യൻ പറഞ്ഞത്. പറയാതെ പറഞ്ഞത് ഇത്തിരി ചെറുതാണ് ഈ ജീവിതം എന്നും, ആ ജീവിതം കൊണ്ട് എങ്ങനെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മവും കർമ്മവും നിക്ഷേപിച്ച് മരണത്തിലേക്ക് 3 കണ്ടം തുണി പുതച്ച് ഒരു അട്ടഹാസവുമില്ലാതെ എനിക്ക് നടന്നു പോവാൻ കഴിയുക എന്നും, തൻ്റെ ഇബാദത്ത് പോലെ, തൻ്റെ പ്രാർത്ഥന പോലെ ജീവിതത്തിൻ്റെ ഓരോ ജീവശ്വാസത്തിലും അത്തരമൊരു വലിയ വെളിച്ചത്തെ സാംശീകരിച്ചെടുത്ത ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് ആളുകൾ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത്താണി ഒരുപാട് കാലമായി ഞാൻ കയറി ഇറങ്ങുന്ന ഒരു സ്ഥാപനമാണ്.
NP അവിടുത്തെ ഒരു നിത്യ സന്ദർശകൻ മാത്രമായിരുന്നില്ല. ഖാദർ മാഷെ പോലെയൊക്കെയുള്ള പച്ചയായ മനുഷ്യർക്ക് എപ്പോഴും ഉൾക്കരുത്തും മേലുറപ്പും നൽകുന്ന സാന്നിധ്യം കൊണ്ട് ആ മനുഷ്യൻ വലിയ അർത്ഥത്തിലുള്ള ഒരു ധൈര്യം, എല്ലാ നന്മകളോടൊപ്പവും ചേർന്ന് നടക്കാൻ കഴിയുന്നൊരു മനസ്സായിരുന്നു. എത്രമേൽ ലാളിത്യത്തിൻ്റെയും ആർദ്രതയുടെയും ഒരു വലിയ ഒരു നിലാവെട്ടം ആ ഹൃദയത്തിൽ അദ്ദേഹം എപ്പോഴും കാത്തു സൂക്ഷിച്ചിരുന്നു. ഒരുപാട് കാലം കഴിഞ്ഞാലും നാം NPയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് നമ്മുടെ തൊണ്ട ഇടറിപ്പോവുകയോ നാം ഒന്ന് പതറിപ്പോവുകയോ ചെയ്യും. കാരണം അത്രമേൽ മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഒരു പുസ്തകം തീർച്ചയായും അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നത് വളരെ സന്തോഷവും എനിക്ക് ഈ നാടിനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സഹൃദയവേദി എളേറ്റിൽ കൊടുവള്ളി അവരോടും വലിയ അർത്ഥത്തിൽ ഈ കാലം നല്ല മനുഷ്യരുടെ വംശങ്ങളൊക്കെ അറ്റുപോവുകയും നന്മയുടെ വേരൊക്കെ പിഴുതെടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇരുട്ടു നിറഞ്ഞ ഒരു കാലത്ത് NPയെക്കുറിച്ചുള്ള ഓർമ്മ വളരെ പെട്ടെന്ന് തന്നെ അക്ഷരങ്ങളിലേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ജീവിതം ചരിത്രാഖ്യായികളിൽ നിറഞ്ഞ് തെളിഞ്ഞ് കത്തുക തന്നെ ചെയ്യും. പുസ്തകത്തിന് അങ്ങനെയുണ്ട്. നാമൊക്കെ അസ്തമിച്ചു പോവുകയോ മാഞ്ഞു പോവുകയോ ചെയ്താലും ഈ പുസ്തകം നിലനിൽക്കും. പുസ്തകത്തിൻ്റെ വാക്കുകളുടെ അക്ഷരങ്ങളുടെ ഒരു വലിയ വെളിച്ചമെന്ന് പറയുന്നത് അതാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്തു എന്നത് ആണ് ഈ നാട് ആ മനുഷ്യനോട് ചെയ്തിരിക്കുന്നൊരു വലിയ പുണ്യം. അദ്ദേഹത്തിന് നാം ഒരു കടം തീർക്കുകയാണ്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു നല്ല വാക്കുകൊണ്ട് NPയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അത്തരം സന്തോഷങ്ങളൊന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ പോലും, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, മരിച്ചു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് ഒരു പ്രാർത്ഥന. സോമൻ കടലൂരിൻ്റെ ഒരു കവിതയുണ്ട്. ഞാനും എളേറ്റിലൊക്കെ എവിടെയും ഈ കവിത ചൊല്ലാറുണ്ട്. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ 1000 പൂക്കളുള്ള റീത്തുമായി കരഞ്ഞു വിളിച്ചു നീ വരരുത്. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ 1000 പൂക്കളുള്ള റീത്തുമായി കരഞ്ഞു വിളിച്ച് ആർത്തലച്ച് കരഞ്ഞു വിളിച്ച് നീ എൻ്റെ അടുത്തേക്ക് വരരുത്. അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാവാൻ എന്ന് സോമൻ്റെ ഒരു കവിതയുണ്ട്. മരിച്ചിട്ട് നാം പ്രാർത്ഥനാപൂർവം അനുശോചന യോഗങ്ങൾ നടത്തും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നാം നല്ല വാക്കുകൾ കൊണ്ട് ആ പുണ്യത്തെ ഒന്ന് ചെന്ന് തൊടാൻ മടിക്കുകയും ചെയ്യും. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ NPയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകത്താളിലേക്ക് വന്നിരിക്കുന്നു. ഇനി വരും തലമുറകൾക്ക് മുഴുക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു പാഠപുസ്തകവുമായി വായിക്കാൻ കഴിയും. തീർച്ചയായും ഫൈസൽ കെയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു വലിയ പുണ്യപ്രവൃത്തി നടന്നു എന്നതിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ആ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിരുമുറ്റത്ത് നിൽക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും അഭിമാനം നിറഞ്ഞ ഒരു ചടങ്ങായി ഇത് തീരുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് NPയെ പോലെ ഒരു മനുഷ്യൻ, നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന മനുഷ്യൻ, നമുക്ക് മുന്നോട്ടാഞ്ഞു കുതിക്കാൻ എല്ലാ കാലത്തും ജീവിതത്തിൻ്റെ എല്ലാം അതിൻ്റെ അടയാഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു പച്ചയായ മനുഷ്യൻ നമ്മളോടൊപ്പം ചേർന്നു നടന്നിരുന്നു എന്ന ഓർമ്മയെങ്കിലും അസ്തമിച്ചു പോവാതിരിക്കട്ടെ. ആ മനുഷ്യൻ്റെ ഖബറിൽ വെളിച്ചമുണ്ടാവട്ടെ. ആ ചെയ്തുപോയ നന്മകളുടെ, കർമ്മങ്ങളുടെ, ത്യാഗങ്ങളുടെ, സഹനങ്ങളുടെ, മാനവികതയുടെയും മാനുഷികതയുടെയും എല്ലാ പുണ്യപ്രവൃത്തികളുടെ കണക്ക് പുസ്തകങ്ങൾ കൊണ്ട് ആ ഖബറുകൾ വിശാലമാക്കി കൊടുക്കാൻ കഴിയട്ടെ. NP വിശാലമായി ശാന്തമായി ഉറങ്ങട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ കരുത്തിലും പ്രാർത്ഥനയുടെ വിശുദ്ധിയിലും. നന്ദി സർ. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് മെമ്പർ TK ചന്ദ്രൻ സംസാരിക്കുന്നു. NP സൗഹൃദവേദി നടത്തുന്നു. കരുതലിൻ്റെ സ്നേഹക്കൂടമായി എന്ന NPയുടെ ഓർമ്മദിനം നമ്മൾ ആചരിക്കുക. നമ്മുടെ മുന്നിൽ ഒരുപാട് പൊതുപ്രവർത്തകർ, കാരുണ്യപ്രവർത്തകർ NPക്ക് മുൻപേ നടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ
എന്തുകൊണ്ട് NP എന്നതാണ് നിങ്ങളെയും എന്നെയും ഒരു നാടൊന്നിച്ച് ഈ വേദിയിൽ ഇരുത്താനും നമുക്കിവിടേക്ക് വരാനും സാധിച്ചത്. അപരൻ്റെ വേദനകളെ, പ്രയാസങ്ങളെ, കഷ്ടപ്പാടുകളെ സ്വന്തമെന്ന രീതിയിൽ കാണാനും അവയ്ക്ക് പരിഹാരം കാണാനും മുന്നേ നടന്ന ഒരു ജീവിതമായിരുന്നു NPയുടേത്. ഒരു പൊതുപ്രവർത്തകനും ഒരു മനുഷ്യനും, ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ട, ഉൾപ്പെടുത്തേണ്ട ഒരു തുറന്ന ജീവിതമാണ് NPയുടേതെന്ന് എന്നേക്കാൾ ഉപരി എൻ്റെ മുന്നിലും ഈ വേദിയിലും ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ NPയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിരിക്കുന്നത്. ഇനിയും വൈകാതെ നമ്മൾ ഓരോരുത്തരും തന്നെ NP എന്താണോ ലക്ഷ്യം വെച്ചത്, NP എന്താണോ ഒരു സമൂഹത്തിന് നേരെ നമുക്ക് കാണാൻ വേണ്ടി വെളിച്ചമായിരുന്നത്, ആ വെളിച്ചത്തെ നോക്കുകയും ആ NPയുടെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നൊക്കെ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി. NPയുടെ അമ്മാവൻ VR ഹുസൈൻ രചിച്ച് അദ്ദേഹം തന്നെ ആലപിച്ച ഗാനം ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം നമ്മുടെ പരിപാടി അവസാനിക്കുന്നതാണ് എന്നറിയിക്കുന്നു.